നമ്മുടെ ഇവിടെ നിന്നൊക്കെ ഒത്തിരി പേര് വിദേശ മലയാളികളുണ്ട്, അമേരിക്കയിലൊക്കെ പോയി സെറ്റിലായവരുണ്ട്. സെറ്റിലായ എത്രയോ പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കൊച്ചിൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ പിള്ളേരെ അവിടെ ആക്കിയിട്ട് ഞങ്ങളിങ്ങനെ പോരുക. ആരെങ്കിലും വന്നായിട്ടറിയോ? ഇല്ല, ആരും വന്നില്ല. എല്ലാവരും പറയുന്നുണ്ട് വരുവാണ്. അവരിവിടെ വന്ന് താമസിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു വീടൊക്കെ പണിത്. പക്ഷേ ഇപ്പോൾ അവർ വീട് വിറ്റിട്ട് എങ്ങോട്ട് പോവുക? അമേരിക്ക കൊണ്ടുപോവുക. കാരണം നടക്കത്തില്ലെന്ന് അറിയാം. അപ്പോൾ അതത്ര എളുപ്പമല്ല. ഇനി പക്ഷേ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതെന്താകും? നടപ്പാകും. എങ്ങനെയാണ്? യെശയ്യാ 55:8-9 എങ്ങനെയാണ് നടപ്പാക്കുക? ദൈവത്തിൻ്റെ ഏത് കാര്യങ്ങളും നടപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. 8-9 അതെല്ലാവരും ഒന്ന് ഉറക്കെ വായിക്കണേ. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ യഹോവ അരുളിച്ചെയ്യും. ആകാശം ഭൂമിക്ക് മീതെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കും. അപ്പം ദൈവം ഇനി മടക്കി വരുത്തുമെന്ന് ദൈവം പറഞ്ഞത് നിവർത്തീകരിക്കും. എങ്ങനെ? നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത്. അതൊരു വളരെ കൃത്യമായിട്ട് ഓർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വഴികളല്ല ആരുടെ വഴികൾ? യഹോവയുടെ വഴികൾ. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരം. നമ്മളിങ്ങനെ അങ്ങനെ എന്നൊക്കെ ചിന്തിക്കും, പക്ഷേ ആ വഴികളൊന്നും അല്ല ദൈവത്തിൻ്റെ വഴികൾ. നമ്മൾ ദൈവത്തെ എന്ത് പഠിപ്പിക്കരുത്? വഴി പഠിപ്പിക്കരുത്. അങ്ങനെ വഴി പഠിപ്പിച്ചവർക്കെല്ലാം അബദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. അബ്രഹാമിനോട് ദൈവം 75-ാമത്തെ വയസ്സിൽ വിളിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുകയും എല്ലാം ചെയ്യും. വീണ്ടും കർത്താവ് അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 13-ാമത് അധ്യായത്തിൽ വെച്ച് പറഞ്ഞു, ഞാൻ നിൻ്റെ സന്തതിയെ കടൽക്കരയിലെ മണൽ പോലെ എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. വീണ്ടും 15-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ നിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും. 10 വർഷം കഴിഞ്ഞു, 85 വയസ്സായി. പക്ഷേ ഒരു കാര്യവും നടന്നില്ല. അപ്പോഴാണ് സാറ ഒരു വഴി പറഞ്ഞു, നമുക്കൊരു മിസ്രയീമ ദാസിയുണ്ട്, മക്കൾ വേണമെന്നല്ല ഉണ്ടാവുന്നല്ലേ കർത്താവ് പറഞ്ഞുള്ളൂ. അബ്രഹാമിനോടും അല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അബ്രഹാമിൻ്റെ കുഞ്ഞ് തന്നെ ആരുടെ ആഗാറിൻ്റെ. അന്നതൊരു കഷ്ടമാണ്. മൂത്ത ഭാര്യയിൽ യജമാനത്തിക്ക് മക്കളില്ലെങ്കിൽ മൂത്ത ദാസിയിൽ എന്തുണ്ടാകാം? അത് കഷ്ടമാണ്. ഇന്നത് പീഡനമാകട്ടോ, അകത്തു പോകും. ഇന്ന് വിവരം അറിയും, പക്ഷേ അന്നതൊരു കഷ്ടത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ബൈബിളിൽ അങ്ങനെ ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞേക്കല്ലേ, കാരണം അഴിയെണ്ണും. അപ്പോൾ എന്നാലും ഒരു വഴി ആരെ പഠിപ്പിച്ചതാ? അബ്രഹാം ദൈവത്തെ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. സാറായാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ സാറാ പഠിപ്പിച്ച വഴി പിന്നെ അത് പ്രശ്നങ്ങളായി. കാരണം ഞാൻ ചോദിച്ചാൽ ആഗാർ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ആർക്ക്? സാറായുടെ ചെറിയ നിന്ന ഇത്രയൊക്കെ ഉള്ളന്നേ. ഇന്നലെ വരെ അബ്രഹാം വന്നപ്പം സാറ വെട്ടത്ത് വരത്തില്ലായിരുന്നു, ആഗർ വെട്ടത്ത് വരത്തില്ലായിരുന്നു. ഇപ്പം അബ്രഹാം വരുന്നുണ്ടെങ്കിൽ ആഗർ പുതുക്കെ വന്ന് കഞ്ഞി വേണോ വെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുന്നു, കയ്യിൽ തരട്ടേന്ന് ചോദിക്കുന്നു, മോരും വെള്ളം കൊണ്ട് കൊടുക്കുന്നു. ആർക്കിഷ്ടപ്പെട്ടില്ല? അത്രയേ ഉള്ളൂ. അതിപ്പം പതുക്കെ മുറുമുറുപ്പ് തുടങ്ങി. പക്ഷേ ഈ സഹോദരിമാരെ നമ്മൾ ജന്മത്തെ വിശ്വസിക്കല്ലേ. ആമേൻ പറഞ്ഞു. കാരണം ഇത് ആഗറിനെ കൊടുത്ത ആരാ? സാറയാണ്. ഇച്ചിരി പ്രശ്നം ഉണ്ടായപ്പം അബ്രഹാം പറഞ്ഞു, എനിക്ക് ഭവിച്ച അന്യായത്തിന് താൻ ഒറ്റ ഒരുത്തന്നെ കാരണം, താൻ ഒറ്റ ഒരുത്തന്നെ ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞു. കൊച്ചിനെ വിദേശത്ത് വിട്ട് MBBS വിടണമെന്ന് പറഞ്ഞ ആരാ? അമ്മയാണ്. പക്ഷേ പരീക്ഷയ്ക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്കിത് പഠിക്കാൻ പാടാം. അപ്പോൾ അമ്മ പറയുക, അന്നേരം ഞാൻ പറഞ്ഞാൽ പോകണ്ട. അപ്പോൾ അങ്ങേർക്ക് വിട്ടേ ഒക്കത്തുള്ളൂ. ഈ പുള്ളി ഇതൊന്നും അറിഞ്ഞല്ല, എല്ലാത്തിനും സമ്മതം മൂടിയെന്നല്ലാതെ ഒരു കാര്യം ചെയ്തില്ല. പക്ഷെ പ്രശ്നം വന്നാൽ സ്റ്റാൻഡ് മാറ്റി അത് പിന്നെ പ്രശ്നമായി. പക്ഷേ അന്നേരം സ്റ്റാൻഡ് മാറ്റുമ്പോൾ എന്തോ ചെയ്യണം? അബ്രഹാം മിണ്ടാതിരുന്നത് പോലെ മിണ്ടാതിരിക്കണം. നിൻ്റെ ഇഷ്ടം പോലെ എന്ത് ചെയ്തോളം പറയണം, ചെയ്യാം. എന്നാലേ കുടുംബ സമാധാനം നോക്കാം. അങ്ങനെ അബ്രഹാം പറഞ്ഞ് ഒടുവിൽ പറഞ്ഞ ആ ചെറുക്കനെ എന്ത് ചെയ്യണം? ഇറക്കി വിടണം. 17 വയസ്സുണ്ട് ആ ചെറുക്കനെന്ന്. അവനെ ഇറക്കി വിടണമെന്ന് പറഞ്ഞപ്പോഴും അബ്രഹാം ആദ്യം ഒന്ന് ബുദ്ധിമുട്ടി. കർത്താവ് പറഞ്ഞ് പൊക്കോട്ടടാ, അവനെക്കാട്ടിലും വലുതാണ് നിൻ്റെ വീടിൻ്റെ എന്ത്? സമാധാനം ഉണ്ടാക്കുന്നവർ. അതുകൊണ്ട് ഇവരെന്തോ പറഞ്ഞാലും മിണ്ടാതിരുന്ന് ദൈവം എന്നറിയാം. മനസ്സിലായോ? അപ്പം ദൂത് 1 ഇന്ന് എത്രാം ദിവസമാണ്?
16 ഇവർ കളം മാറ്റി ചവിട്ടുമ്പോൾ മിണ്ടാതിരിക്കാനുള്ള കൃപ 16-ാമത്തെ ദിവസത്തിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചാൽ സ്വർഗത്തിൽ പോകാം. ഒത്തിരി സഹോദരന്മാരിപ്പോൾ ആമേൻ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പോട്ടെ. അപ്പോൾ ഇതുപോലെ നമ്മൾ പലപ്പോഴും വഴി പഠിപ്പിക്കും. പക്ഷേ കർത്താവ് പറയുന്നു, നിൻ്റെ വഴിയല്ല എൻ്റെ വഴി. നിൻ്റെ ആകാശം ഭൂമിക്ക് മീതെ, അതൊന്നും അങ്ങനൊന്ന് പറഞ്ഞ്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ നിൻ്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളെ, നിൻ്റെ വഴികൾ എൻ്റെ വഴികളേക്കാൾ എന്താണ് ഉന്നതമാണ്. അത്ര വലിയ വ്യത്യാസമാണ് നമ്മുടെ വഴികളും ആരുടെ വഴികളും ദൈവത്തിൻ്റെ വഴികൾ. അപ്പം ഇനി എങ്ങനെയാണ് വഴി ഉണ്ടാകുക? ഈ ജനത തിരിച്ചു വരണ്ടേ? യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 44-ാമത് അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 44-28, കോരശ് എൻ്റെ ഇടൻ, അവനെൻ്റെ എന്നും മന്ദിരത്തിന്, അതെ, കോരശ് എൻ്റെ ഇടയൻ, അവൻ എന്ത് പണിയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടുമെന്നും മന്ദിരത്തിന് ഞാൻ കൽപ്പിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ അഭിഷിക്തനായ കോരശന്മാരോട് രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്, കഥകൾ അവന് വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. അവൻ എൻ്റെ നഗരം പണിയും. യെശയ്യാ 45:13, ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു, അവൻ്റെ വഴികളൊക്കെയും ഞാൻ നിരപ്പാക്കും. അവൻ എൻ്റെ നഗരം പണിയും, വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എൻ്റെ പ്രവാസികളെ വിട്ടയക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പം വിലയും സമ്മാനവും വാങ്ങാതെ ജനതയെ വിട്ടയക്കുകയും മാത്രമല്ല, അവൻ എൻ്റെ നഗരം പണിയും, ആലയത്തിന് പണിയും എന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പം നിൻ്റെ വഴികളല്ല എൻ്റെ വഴികൾ, നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരം. അങ്ങനെ ദൈവം ഈ കോരശിനെ ഉണർത്തി. കോരശിന് വിജാതീയനായ രാജാവാണ്. ഒരു കാരണവശാലും ഇപ്പം ബഹുമാനായ നമ്മുടെ പ്രധാനമന്ത്രി നാളെ വടക്കേ ഇന്ത്യയിൽ ഇടിച്ചു കളഞ്ഞ ആലയങ്ങളെല്ലാം ഗവൺമെൻറ് ചെലവിൽ പണിത് കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ നമ്മൾ എന്തുമാത്രം സന്തോഷിക്കും. ഇതുപോലാണ് ദൈവം ഒരു വഴി ഒരുക്കി. ആരിലൂടെ? കോരശിലൂടെ. ഒരു വിജാതീയനായ രാജാവാണ്. ആ രാജാവ് പറഞ്ഞു, എൻ്റെ ദൈവമായ യഹോവയാണ് എനിക്ക് ഈ സ്ഥലമെല്ലാം തന്നിരിക്കുന്നത്. അതാണ് എസ്രാ പറയുക. അതുകൊണ്ട് തൻ്റെ വിളംബരം ചെയ്തു, എൻ്റെ ദൈവമായ യഹോവയാണ് എനിക്ക് ഇതെല്ലാം തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ജനതയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോയി എന്ത് പണിയണം? ആലയം പണിയണം. എല്ലാവരും പറഞ്ഞേ, അവൻ്റെ ജനമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോയി എന്ത് പണിയണം? ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. അവർ പോയി എന്ത് പണിയട്ടെ? ആലയം പണിയട്ടെ. അങ്ങനെ ആലയം പണിയാൻ വേണ്ടി ദൈവം ഒരു കൽപ്പന കോരശിനോട് പറഞ്ഞപ്പോൾ, വിജാതീയനായ കോരശ് യഹോവയുടെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ഒരു വിളംബരം പ്രസിദ്ധമാക്കി പോകുന്നവർക്കെല്ലാം സമ്മാനങ്ങളെല്ലാം എന്ത് ചെയ്യണം? കൊടുത്തു വിടണം. എന്തെല്ലാം സമ്മാനങ്ങളാണെന്ന് പറയുന്നുണ്ട്. 4-ാം വാക്യം, അവര് പോകുന്ന സ്ഥലത്തില് പൊന്നെ വെള്ളി മറ്റ് സാധനങ്ങൾ കന്നുകാലികൾ എന്നിവയാലും യെരൂശലേമിലെ ദേവാലയം വകയ്ക്കായി ഔദാര്യദാനങ്ങളാലും സഹായം ചെയ്യണം. അങ്ങനെ സഹായങ്ങൾ സ്വീകരിച്ചു വരുന്നതാണ്. സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ സിയോന്റെ പ്രവാസികളെ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഞങ്ങൾ വിത്ത് ചുമന്ന് എങ്ങനെ പോയി? കണ്ണീരോടെ പോയി. കറ്റ ചുമന്ന് ആർപ്പോടെ വരികയാണ്. വിത്ത് ചുമന്ന് കണ്ണീരോടെ. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് സ്വപ്നം കാണുന്നവരെ പോലെ എന്ന് പറയുക? സ്വപ്നങ്ങൾ കാണുന്നവരാണ് നമ്മളീ പല്ലും, അല്ലേ? സ്വപ്നമൊക്കെ കാണും. എന്നാലും സാധാരണഗതിയിൽ സ്വപ്നം കാണുന്നത് നമ്മളെ കൊണ്ട് ഒക്കുന്ന കാര്യമാണോ ഒക്കാത്ത കാര്യമായിരിക്കുമോ? ഒക്കുന്ന കാര്യം സ്വപ്നം കാണാറുണ്ടോ? ഒക്കുന്ന കാര്യമായിരിക്കും, ഒക്കാത്ത കാര്യം. ഒരു ചെറിയ എക്സാമ്പിൾ, അൺപാർലമെൻ്ററി ആണെന്നോ മോശമാണെന്നോ ചിന്തിക്കാതൊരു കാര്യം. കല്യാണം കഴിച്ച് എന്നും കൂടെയുള്ള സ്വന്തം ഭാര്യയോ സ്വന്തം ഭർത്താവിനെയും കൊണ്ടോ പാരീസിൽ കൂടെ ടൂറ് പോകുന്ന കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. സ്വന്തം ഭാര്യയും കൊണ്ട് ടൂറ് പോകുന്ന കണ്ട ഏതെങ്കിലും ഭർത്താക്കന്മാരിവിടെ കാണും? സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ടൂറ് പോകുന്ന കണ്ട ഏതെങ്കിലും ഭാര്യ കാണുമോ? കാണത്തില്ല. കാരണം അങ്ങനെ കൂടെ ഉണ്ട്. ഞാൻ സ്വപ്നം കാണാനാ? അതൊക്കെ സ്വപ്നം കാണുന്ന ഈ പിള്ളേർ ഒരുത്തനുമായിട്ട് പ്രേമമാ. അപ്പം പറഞ്ഞ് എൻ്റെ തല കണ്ടിച്ചാലും
നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇവർ സ്വപ്നം കാണും, കല്യാണം കഴിക്കുന്നു. കാരണം ഒക്കാത്ത കാര്യമാണ് നമ്മൾ പലപ്പോഴും എന്ത് കാണുക, സ്വപ്നം കാണുക. അപ്പോൾ ഇവർക്കത് സാധ്യമല്ലായിരുന്നു. അത് പക്ഷേ അവർ സ്വപ്നം കണ്ടു. യഹോവ സീയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ എന്തുപോലായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു ക്രൈസ്, എല്ലാ പിള്ളേർക്കും ക്രൈസ് ഉണ്ട്. അത് ഞങ്ങളുടെ കാലത്തെ ഒരു ക്രൈസ്, എനിക്കൊന്ന് ഇപ്പോഴും അത് ക്രൈസാണ്. അന്ന് വലിയൊരു സ്വപ്നമാണ് ഈ ബൈക്ക്. ഇപ്പോഴും പിള്ളേർക്ക് ബൈക്ക് ഒരു ക്രൈസാണല്ലോ. അപ്പോൾ എനിക്കൊരു വലിയ ഇഷ്ടമായിരുന്നു ബുള്ളറ്റ്. പിന്നെ ഇപ്പോൾ ഒരു എൻഫീൽഡ് ബുള്ളറ്റ് മേടിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. വീട്ടിൽ സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഇരുന്ന പഴയ ബൈക്കെല്ലാം കൊണ്ട് കൊടുത്ത് പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു ബുള്ളറ്റ്, സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അപ്പ എന്നെ നോക്കി അങ്ങ് ചിരിക്കാൻ തുടങ്ങി. ഞാൻ ഓർത്ത് കളിയാക്കുവാന്ന്. അപ്പം ഞാൻ ചോദിച്ച് കളിയാക്കുകയാണോ? അല്ലടാ, ഞാനൊരു കാര്യം ഓർത്ത് ചിരിച്ചതാണ്. അപ്പോൾ അപ്പയൊക്കെ തോട്ടത്തിൽ വളർന്നുമ്പോൾ ഭയങ്കര അടിയും പഴക്കമുള്ളൊരു സമയമാണ് അവിടെ ചെറുപ്പം. അപ്പോൾ പപ്പായും പപ്പായുടെ കൂട്ടത്തിൽ ഒരു ഇസ്ലാം സുഹൃത്തുണ്ട്, ഭയങ്കര സ്നേഹിതനാണ്. അപ്പോൾ ഇവർ രണ്ടും കൂടെ ഒരാളെ എടുത്തിട്ട് അടിച്ചു. അവരുടെ കായിങ് തിരിച്ചടിക്കുമെന്ന് ഉള്ള ചിന്തയിൽ വീട് മാറി കിടക്കുകയാണ്. വീട് മാറി കിടക്കുമ്പം വടിവാളും എല്ലാം കട്ടിലിൻ്റെ കീഴെ വെച്ചാൽ ഉറങ്ങുന്നത്. അടി ഏത് നിമിഷവും നടക്കാം. നല്ല ഉറക്കത്തിൽ ഈ മറ്റവും കയറി നെഞ്ചത്തിരുന്ന് ഒരൊറ്റ ചവിട്ട്. എന്നിട്ട് ചെവിയേൽ ഇങ്ങനെ പിടിച്ചേക്കുക, രണ്ട് ചെവിയിൽ ഇവനെ തള്ളി ഉറക്കത്തിൽ താഴെയിട്ട്. എന്നാടാ? അവൻ പറയുക, എടാ ഞാനൊരു സ്വപ്നം കണ്ട് ബുള്ളറ്റ് മേടിച്ചത്. ബുള്ളറ്റ് മേടിച്ച് നെഞ്ചത്തിരുന്ന് അവൻ ചവിട്ടിയത് കിക്ക് ചെയ്തതാണ്. ആക്സിലേറ്ററിലും ക്ലച്ചിലും പിടിച്ചതാ ചെവിയേൽ ഇങ്ങനെ ഇരിക്കുക അവൻ. അപ്പം ഈ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മേലെയുള്ള. അപ്പോൾ അതുകൊണ്ട് യഹോവ സീയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ. അതെല്ലാവരും പറഞ്ഞ് എന്തുപോലായിരുന്നു സ്വപ്നം. അപ്പം ദൈവം ഒരു കാര്യം ചെയ്താൽ എങ്ങനെ ആയിരിക്കും? സ്വപ്നം പോലെ ആയിരിക്കും. പറഞ്ഞ് ദൈവം ഒരു കാര്യം ചെയ്താൽ എങ്ങനെ ആയിരിക്കും? യാതൊരു സാധ്യതയും കാണാത്ത ഇടത്ത് ദൈവം പറയും, നിന്റെ വഴിയല്ല, നിന്റെ വിചാരമല്ല, ആകാശം ഭൂമിക്കും ഇതേ. ഹല്ലേലൂയ. ഈ ദൂത് പറയുമ്പോൾ തന്നെ പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും നമ്മൾ എങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കുന്ന മേഖലകളിലൊക്കെ സ്വപ്നത്തിലെന്ന പോലെ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, പാർസി രാജാവായ കോരശിൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ ഇങ്ങനെ പൊക്കോളാൻ പറഞ്ഞു. എന്ത് പണിയാനാണ് വരിക? ആലയം പണിയാനാണ്. അതെല്ലാവരും ഒന്ന് പറഞ്ഞ്, എന്ത് പണിയാനാ? ആലയം. എന്തിനാണ് ഈ ആലയം പണിയുക? അതൊരു വലിയ കാര്യമാണ്. ഈ ആലയം അഥവാ ദേവാലയമാണ് ഈ മനുഷ്യരെ ഒന്നിപ്പിക്കുന്നത്. എവിടെയും ഒരു യൂണിഫൈയിങ് ഫാക്ടർ എന്ന് പറയും. ഈ റിലിജിയൻ ഭയങ്കര ശക്തിയുള്ളതാണ്. അപ്പോൾ ആ റിലിജിയൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ദേവാലയം. അത് ഒരു ഭാരതീയനായ നമുക്ക്, ഒരു ഇന്ത്യക്കാരായ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതൊരു യാഥാർത്ഥ്യമായ എന്താണ് പറയുക, ഒരു സോഷ്യോളജിക്കൽ റിയാലിറ്റിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ന് എല്ലാ അടക്കി മൃഗീയ ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് കേവലം 2 എംപിമാരുണ്ടായിരുന്ന ഒരു സമയം ഇന്ത്യയിലുണ്ടായിരുന്നു. അന്ന് അവരെ വിളിക്കുന്ന പേര് നാം 2 നമുക്ക് 2 എന്നായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 എംപിമാരുണ്ടായിരുന്നു, ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അദ്വാനിജിയുടെ നേതൃത്വത്തിൽ ഒരു രഥയാത്ര നടത്തി, കേരളത്തിൽ കൂടെ എല്ലാം വന്നു. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കത് ഓർമ്മയുണ്ട്. അദ്വാനിജി റാന്നി കൂടെ വരുന്നത് എന്ത് പണിയാനായിരുന്നു? ഓർമ്മയുണ്ടോ? എന്ത് പണിയാനായിരുന്നു? രാമക്ഷേത്രം പണിയാൻ. ആ രാമക്ഷേത്രം പണിയാൻ, അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ വേണ്ടിയുള്ള ആ തേരോട്ടം നടത്തിയപ്പോൾ അത് ഹിന്ദു അവരുടെ വികാരങ്ങളെ ഉണർത്തി. ഹൈന്ദവ ഏകീകരണം ഉണ്ടായി, ഹൈന്ദവ വികാരം ഉണർന്നു. അങ്ങനെ പെട്ടെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കയറി വന്നത്. എന്ത് പണിയാനാണ്? ശരിക്കും അവരെ അവിടെ ഏറ്റവും വലിയ ഓഫർ എന്തായിരുന്നു? രാമക്ഷേത്രം പണിയാന്നുള്ളത്. കാരണം അവർക്കറിയാം, അവിടെ ഒരു ആലയം എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ദേവാലയം പണിതാലേ ആൾക്കാർക്ക് ഒരു ഒരുമയുണ്ടാകത്തുള്ളൂ. ഈ മലയാളി ക്രൈസ്തവർ കുടിയേറ്റക്കാരാണ്. കുടിയേറ്റത്തിൻ്റെ രക്തമുള്ളവരാണ് പൊതുവെ മലയാളി ക്രൈസ്തവർ. നിങ്ങളിന്നും കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മംഗലാപുരം, ഉടുപ്പി, ഊട്ടി അങ്ങനെ പോയാൽ ഒത്തിരി ആൾക്കാരെ കാണാം, അവിടെ സെറ്റിലായിട്ടുള്ളവർ. അവരോട് നമ്മൾ വർത്തമാനം പറഞ്ഞാൽ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ പാല, കാഞ്ഞിരപ്പള്ളി, റാന്നി, കോന്നി എന്നൊക്കെ അപ്പന്മാരുടെ കാലത്ത് കുടിയേറിപ്പോയവർ. കുടിയേറി ചെന്നൊരു നല്ല സ്ഥലം കണ്ടാൽ അവരൊരു കാര്യം ചെയ്യും, നല്ല മണ്ണാന്ന് കണ്ടാൽ സഹോദരന്മാരെയൊക്കെ കൊണ്ടുവരും. ഇന്നാണെങ്കിൽ നല്ല ജോലി കിട്ടിയാൽ വർക്ക് ചെയ്യുന്നിടത്തൊരു ഒഴിവുണ്ടെങ്കിൽ ആരോടും പറയാത്ത മലയാളിയുണ്ട്. വർക്ക് ചെയ്യുന്നിടത്ത് ഒരു ഒഴിവ് കണ്ടാൽ ആരോടും പറയാത്തവരുണ്ട്. പക്ഷെ പണ്ട് അങ്ങനല്ല. ഒരു ഒഴിവ് കണ്ടാൽ എങ്ങനെയെങ്കിലും നമ്മുടെ ഒരു സഹവിശ്വാസി എന്തു ചെയ്യും?
കൊണ്ടുപോകും. അന്ന് അമേരിക്ക പോയവരൊക്കെ നാലിനും പേരേലും ഉള്ളവരെയൊക്കെ കൊണ്ടുപോയി. ഇന്ന് പോകുന്ന പിള്ളേർ ആരെയും ഫയൽ ചെയ്യത്തില്ല. അതുകൊണ്ട് ഇപ്പം പാഴുമാണ്. അന്ന് കൊണ്ടുപോയതൊക്കെ പോയി. എന്താ കാര്യം? ബന്ധുക്കളെയും ഒക്കെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി ഒരു 10-15 വീട്ടുകാരായാൽ പിന്നെ അവരാരെ കൊണ്ടുവരും? ഒരച്ഛനെ കൊണ്ടുവരും. അച്ഛനെ കൊണ്ടുവന്നിട്ട് എന്ത് പണിയും? ഒരു പള്ളി പണിതാൽ പിന്നെ എന്തിനാണ്? പിന്നെ നാട്ടിൽ അങ്ങനെ കുടിയേറി പോവല്ലേ. അന്നേരം ആന ഇറങ്ങും, പുലി ഇറങ്ങും. ആനയൊക്കെ ഇറങ്ങിയാൽ പള്ളി കൂട്ടമണി അടിക്കും. എല്ലാവരും എങ്ങോട്ട് ഓടും? പള്ളിയിലോട്ട് ഓടും. പിന്നെ അച്ഛനാണ് തീരുമാനിക്കുന്നത് പടക്കം പൊട്ടിക്കണോ, ചെണ്ട കൊട്ടണോ, പാട്ട് കൊട്ടണോ എന്നൊക്കെ. ആരെ ഓടിക്കാൻ? ആനയെ ഓടിക്കാൻ. അപ്പം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാവരും ജീവിക്കുക. അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ ഓർമ്മകളിലെ ഒരു സജീവമായ ഒരുമയുടെ ഒരു കാര്യമാണ് എന്ത്? ആലയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും പള്ളി അല്ലെങ്കിൽ ആലയത്തിൽ വരണമെന്ന് പറയുക. നമുക്ക് ഉണർവിൻ്റെ ഭാഗമായിട്ട് ഹൗസ് ചർച്ചസൊക്കെ ഉണ്ട്. അതാണ് ഉണർവുണ്ടാകുമ്പോൾ സംഭവിക്കും. പക്ഷേ എന്നാലും കൂടി വരാൻ എന്ത് വേണം? ആലയങ്ങൾ വേണം. ആലയം വലിയൊരു ഓർമ്മയാണ്. ആലയം വലിയൊരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ഇവർക്ക് ആലയമില്ല. അപ്പം പിന്നെ കൂടി വരാൻ എന്തില്ല? സ്ഥലമില്ല. അത് തന്നെയല്ല, ആലയത്തിൽ വേണം യാഗം നടക്കാൻ. ആലയം ഉണ്ടെങ്കിലേ വർഷാന്തര യാഗങ്ങൾ നടക്കത്തുള്ളൂ. ഇതെല്ലാം പോയി. ആലയം ഒരു സ്വപ്നമായി അവശേഷിച്ചു. ജനം ബാബേലിലേക്ക് പ്രവാസികളായിട്ട് പോയി. ആ കൂട്ടത്തിൽ ഒത്തിരി ചെറുപ്പക്കാരെ കൊണ്ടുപോയതായിട്ട് ദാനിയേലൊക്കെ പറയുന്നുണ്ട്. കുലീനന്മാരെയും രാജസന്തതിപ്പെട്ടവരെ എല്ലാം എന്ത് ചെയ്തു? കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇനിയും ഒരു നഗരം പണിയണമെങ്കിൽ യുവശക്തി വേണം. യുവാക്കളുണ്ടെങ്കിലേ എന്ത് പണിയത്തുള്ളൂ? ഒരു ഏത് ജനത പണിയപ്പെടണമെങ്കിലും ആര് വേണം? ഒരു യുവാക്കൾ വേണം. അപ്പോൾ അവരെയെല്ലാം മാൻപവറല്ല ഇവർ കൊണ്ടുപോയി. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുക, ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ യഹോവയുടെ ഗീതം ഞങ്ങൾ അന്യദേശത്ത് പാടുന്നത് അങ്ങനെ അവരവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ യെരമ്യാവ് മുഖാന്തരം ഉണ്ടായ പ്രവചനം നിവർത്തിയാൻ കോരശ് രാജാവ് പറഞ്ഞു, എൻ്റെ ദൈവമായ യഹോവയ്ക്ക് എന്ത് പണിയണം? ആലയം പണിയാൻ വേണ്ടി ഇവർ തിരിച്ചു വരികയാണ്. അങ്ങനെ വരുമ്പോൾ നെബൂഖദ്നേസർ അതിൻ്റെ 7-ാം വാക്യം കണ്ടോ? അവരെ സഹായിച്ചു ഒത്തിരി പേര്. 7-ാം വാക്യം, നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി അത് തൻ്റെ ദേവന്മാരുടെ, അത് കണ്ടോ, ഭയങ്കര ഒരു സങ്കടമാണ്. ക്ഷേത്രത്തിലെ യഹോവ ആലയം വക ഉപകരണങ്ങളും കോരശ് രാജാവ് പുറത്തേക്ക് എടുപ്പിച്ചു. അത് യഹൂദ പ്രഭുവായ ശേഷ്ബശരന്, ആ പേരെന്ന് പറഞ്ഞ് യഹൂദപ്രഭുവായ ശേഷ്ബശരന് എന്ത് ചെയ്തു? എണ്ണിക്കൊടുപ്പിച്ചു. മക്കളെല്ലാം പറഞ്ഞ് ആർക്ക് കൊടുപ്പിച്ചു? ശേഷ്ബശരന് എന്ത് ചെയ്തു? എണ്ണിക്കൊടുപ്പിച്ചു. അത് ഒരു നമ്മുടെ ഈ മലയാളികളെ ഈ ചിലപ്പം സെൻട്രൽ ട്രാവൻകൂറും കൊല്ലവും ഒക്കെ ആയിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം ഭാഷയിലും ഒക്കെ. എന്നാലും മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം. അതൊരു കാര്യമാണ്. അപ്പോൾ ഈ ശേഷ്ബശരൻ ഇത് തിരിച്ചു കൊടുത്തപ്പോൾ എങ്ങനെയാണ് കൊടുപ്പിച്ചത്? എണ്ണിയാണ് കൊടുപ്പിച്ചത്. അതൊരു കുറച്ച് നല്ലൊരു കാര്യമാണ്. പഴയ വലിയപ്പച്ചന്മാരൊക്കെ ഉള്ള വീട്ടിൽ ചെന്നാൽ അപ്പച്ചനിരിക്കുന്ന കസേരയുടെ കൈ അടുത്തൊരു ബുക്ക് കാണും. അവിടെ ഒരു കാഴി കാണും, വരവ്, പിന്നെന്താ, ചെലവ്, മുട്ടായി മേടിച്ചത് 5 പൈസ, യാത്ര ചെയ്ത ടിക്കറ്റ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ അപ്പച്ചൻ്റെ ബുക്ക്, അതിനകത്ത് ഇത്രയും ടിക്കറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ എവിടെ പോയിട്ട് വന്നാലും ആ ടിക്കറ്റിൻ്റെ കണക്കെഴുതും. അപ്പോൾ എന്തോ ചെയ്താലും എന്ത് വേണം? കണക്ക് വേണം. എന്ന് പറഞ്ഞാൽ ഈ അറുന്ത പിശുക്കനാകണമെന്നല്ല, എന്നാലും ഒരു കണക്ക് സൂക്ഷിക്കുന്നത് നല്ലതാണ്. വരവറിഞ്ഞ് എന്ത് ചെയ്യണം? ചിലവ് ചെയ്യണം. അത് വലിയൊരു കാര്യമാണ് മക്കളെ. വരവറിഞ്ഞ് എന്ത് ചെയ്യണം? ചിലവാക്കണമെങ്കിൽ എന്ത് സൂക്ഷിക്കണം? കണക്ക്. ഞാൻ പറഞ്ഞ ഇങ്ങനെ കൃത്യം കണക്കിൻ്റെ കാര്യമൊന്നുമല്ല, എന്നാലും ഒരു കണക്കൊക്കെ ഉള്ളത് എന്താണ്? നല്ലതാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് എന്താണ് എവിടെയാണെന്ന് ഒരു പിടിയും എത്തും പിടിയും കിട്ടാതെ പോകും. ഇന്ന് പിള്ളേർക്കൊന്നും കണക്കില്ല, എല്ലാം വരയ്ക്കുകയാണ്. എന്താ? കാർഡിലിങ്ങനെ വരയ്ക്കുന്നു, GP ചെയ്യുന്നു, എന്തോ ഇല്ല, കണക്കില്ല. ഈ കടയിൽ പോകുമ്പോൾ സാധനം മേടിക്കുമ്പോഴേ 1/2 കിലോ പരിപ്പ്, 2 കിലോ പഞ്ചസാര, 3 കിലോ ഗോതമ്പ് പൊടി, 10 കിലോ അരി, ഇങ്ങനൊരു ലിസ്റ്റുമായിട്ട് കടയിൽ പോയത് ഓർമ്മയുള്ളവരെന്ന് പൊക്കോ. ലിസ്റ്റ് എഴുതിയാൽ കടയിൽ പോകുന്നത്. ഇന്ന് സത്യത്തിൽ ഈ മാള് സംസ്കാരം ആയപ്പോഴത്തേന് ലിസ്റ്റില്ല. ഒരു വണ്ടി തള്ളിക്കൊണ്ട് അങ്ങോട്ട് കയറും. ആന ഈറ്റക്കാട്ടി കയറുന്ന പോലെ ഒരു വണ്ടിയും തള്ളി ഒരൊറ്റ കയറ്റമാണ്. അപ്പോൾ ഇരിക്കുന്നു പേസ്റ്റ്, buy 1 2 പേസ്റ്റ്. പിന്നെ ഇരിക്കുന്നു സോപ്പ്, buy 1. ഇതെല്ലാം കൂടെ എവിടെ കുളിക്കും? ഒന്നാമത്തെ കാര്യം, ആഴ്ചയിൽ ഒന്നേ കുളിക്കത്തുള്ളൂ. അതാണ് വേറൊരു കാര്യം. തല കുളിക്കുന്ന ഇടപാടും ഇല്ല.
ഞാൻ എപ്പോഴും പറയും, രാവിലെ നിന്നാൽ ഞങ്ങളുടെ അവിടെ ഒരു പള്ളിയിലോട്ടും വരുന്നവരുണ്ട്, അമ്പലത്തിൽ പോകുന്നവരുമുണ്ട്. ഞങ്ങളുടെ സഹോദരനെ പെട്ടപ്പോലെ സഹോദരനായിരിക്കുന്നത്. എന്നാലും അമ്പലത്തിലോട്ടാണോ പള്ളിയിലോട്ടാണോ പോകുന്നത് എങ്ങനെ അറിയാം? അമ്പലത്തിൽ പോകുന്നവർ കുളിച്ചിട്ടേ പോകത്തുള്ളൂ. കണ്ടോ? അതാ അല്ല, ഇന്ന് രാവിലെ കുളിച്ചവരൊന്ന് കൈപൊക്കാൻ ഞാൻ പറയുന്നില്ല, പക്ഷേ തല കണ്ടാലേ അറിയാം. അപ്പോൾ അവർ പറഞ്ഞു, ഞാനിത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പിള്ളേർ ഞങ്ങളോടൊന്ന് പറഞ്ഞു, പാസ്റ്റേ ഞങ്ങൾ എന്നും കുളിച്ച തലയിലെ മുടി എന്ത് ചെയ്യും? പക്ഷെ അവരുടെ മുടി പൊഴിയുന്നില്ലല്ലോ. അമ്പലത്തിൽ പോകുന്നവരുടെ എന്തും പൊഴിയുന്നില്ല. അവർ വെളുപ്പിനെ ആറ്റിപ്പോയി മുങ്ങി കുളിച്ചിട്ടാണ് പോകുക പലരും. എന്താ കാര്യം? അവർ കുളിച്ചിട്ടേ പോകത്തുള്ളൂ. എന്നാലും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. ഇതെല്ലാം മേടിച്ചിട്ടിട്ട് പലതും ആവശ്യമില്ല. അതുകൊണ്ടാണ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? അളന്ന് എടുക്കുക. ഒരു സൂക്ഷ്മത എപ്പോഴും നല്ലതാണ്. നമുക്കൊന്ന് സൂക്ഷിക്കാനൊക്കെ ഒക്കും. ഏതായാലും എണ്ണിയൊക്കെ എന്ത് ചെയ്തു? എടുപ്പിച്ചു. അങ്ങനെ എണ്ണി എടുപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവർ ആലയം പണിയാൻ വേണ്ടി വരികയാണ്. അപ്പം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സെരൂബാബിൻ്റെ നേതൃത്വത്തിലാണ് വരിക. സെരൂബാബലിനോട് വന്നവർ യേശുവ, നെഹമ്യാവ്, സെരയ്യാവ്, രയേലാവ്, മോർദെഖായി, ബിൽശാൻ, മിസ്പ. എന്നിട്ട് പാരോശിൻ്റെ മക്കൾ 2172. അത് പല കാരണങ്ങൾ അതായിരിക്കും. അവിടെ ആ ഫാമിലി ആ ഒരു ക്ലാനിനകത്ത്, അവിടെ ആ കുടുംബത്തിനകത്ത് 2000 പേര് ഉണ്ട്. അത്രയും പേരാണ് വന്നത്. അങ്ങനെ ഓരോരുത്തരുടെ എണ്ണം അവിടെ എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? അത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഇത്രയും പേരൊക്കെ ഉണ്ടാകണമെങ്കിൽ ആ സമൂഹത്തിൽ 70 വർഷം കൊണ്ട് ആര് ജനിച്ചിട്ടുണ്ട്? മക്കൾ ജനിച്ചിട്ടുണ്ട്. അത് ക്രൈസ്തവരിന്ന് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞാനത് എല്ലായിടത്തും പറയുന്നുണ്ട്. ദൈവം ഒരു നിയോഗം തന്നിട്ട്. ഇന്ന് ക്രൈസ്തവരുടെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ആര് വേണ്ട? മക്കൾ വേണ്ട. സത്യമല്ലേ? ഞാൻ ഒരിടത്ത് ചെന്നപ്പം ഏറ്റവും കൂടുതൽ ലേറ്റായിട്ട് കല്യാണം കഴിക്കുന്നത് ക്രിസ്ത്യാനികളാണ്, വിശ്വാസികളാണ്. പിള്ളേർ വേണ്ടാന്ന് പറയുന്ന ആരാണ്? ഇനി പിള്ളേർക്ക് ഇഷ്ടമാണെങ്കിലും, ഈയിടയ്ക്ക് എന്നോടൊരു ദൈവദാസൻ പറഞ്ഞ്, പുള്ളി പ്രസംഗിച്ച് സഭയിലൊരു കുഞ്ഞിന് 5 കൊച്ചുങ്ങളുണ്ടായപ്പം അമ്മ വിളിച്ച് പാസ്റ്ററോട് പറഞ്ഞു, ഇനിയും പ്രാർത്ഥിച്ചാൽ ഞാൻ കേസ് കൊടുക്കും. ആർക്കെതിരെ? പാസ്റ്റർക്കെതിരെ. പ്രാർത്ഥിച്ച് 5 എണ്ണം ഉണ്ടായപ്പം ഇനി എൻ്റെ കൊച്ചിനെ പ്രസവിപ്പിച്ച പാസ്റ്റർക്കെതിരെ ഞാൻ എന്ത് കൊടുക്കും? കേസ് കൊടുക്കും. അപ്പം ഓർത്തോണേ, മക്കൾ വേണ്ടെന്ന് പറയുന്ന സമൂഹം ആരാ? വിശ്വാസികളാണ്. ഒന്ന് മതിയെന്ന് പറയുന്ന അല്ലേ? ഒരു പെങ്കൊച്ച് എൻ്റെ അടുക്ക വന്നു. ആ കൊച്ചെന്നോട് പറഞ്ഞു, മോള് എനിക്ക് കല്യാണം കഴിക്കാം, പക്ഷെ ലേറ്റായി, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. ഇനി അതും വലിയൊരു തടസ്സമാണ്. ഈ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പഠിച്ച പിള്ളേരാണോ പഠിക്കാത്ത പിള്ളേരാണോ? 8-ാം ക്ലാസ്സിൽ ഒറ്റ ഒരെണ്ണെങ്കിലും കെട്ടാൻ നിൽപ്പുണ്ടോ? ഇല്ല. അവർ കെട്ടി 5-6 പിള്ളേരുമായി. പക്ഷേ ഈ പഠിപ്പിച്ചതാണ് ആകെ കുഴപ്പമായത്. അതിനും വേറൊരു കുഴപ്പമുണ്ട്. ഇവളുമാർ ഇടുന്ന ടെൻഷൻ അടിച്ചങ്ങ് പഠിക്കും. പാസ്റ്റേ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. എൻ്റെ അനുഭവത്തിൽ എന്നോടൊരു 10,000 പെൺപിള്ളേർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് പരീക്ഷയാണ്. ഒരു 10 എണ്ണം എൻ്റെ ഉൾപ്പെടെ ആൺപിള്ളേർ പറഞ്ഞിട്ടില്ല. അപ്പം ഒരു 10 ആൺപിള്ളേർ മൊത്തം, എനിക്കുണ്ട് 3 എണ്ണം, അതെല്ലാം കൂടെ കൂട്ടി ഒരു 10 എണ്ണം പോലും പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞിട്ടില്ല പരീക്ഷിക്കാൻ. കാരണം ഇമാർക്കപ്പം പരീക്ഷ. അതുകൊണ്ട് ഞാൻ എല്ലാ ആൺപിള്ളേരും പറയും, ഇച്ചിരിയെങ്കിലും പഠിക്കണം, എന്നാലേ പെണ്ണ് കെട്ടത്തുള്ളൂ. കാരണം ഇവന്മാരങ്ങ് പഠിച്ചും പോകും. അതുകൊണ്ട് എല്ലാ ആൺപിള്ളേരും പഠിക്കണം. എന്തിനാ? പെണ്ണ് കെട്ടാൻ. മനസ്സിലായി? പെണ്ണ് കെട്ടാനെങ്കിലും എന്ത് ചെയ്യണം? പഠിക്കണം. കേട്ടോടാ പിള്ളേരെ. പെണ്ണ് കെട്ടിയാൽ പഠിച്ചാലേ എന്ത് കിട്ടത്തുള്ളൂ? അത് ഇച്ചിരി പഠിക്കുക, ഒരു സർട്ടിഫിക്കറ്റ് എവിടുന്നെങ്കിലും ഒപ്പിക്കണം. കണ്ടോ? അപ്പോൾ എന്നാലേ, കാരണം ഇവന്മാർ എന്തെങ്കിലുമൊക്കെ പഠിക്കത്തില്ലേ? ഒരുമാതിരിയൊക്കെ കഷ്ടപ്പെട്ടാണെങ്കിലും എന്ത് ചെയ്യും? പഠിക്കും. കാണാൻ പഠിച്ചാൽ അതിനും പഠിക്കും. എന്നാലും ടെൻഷനായിട്ട് അയ്യോ എൻ്റെ പാസ്റ്റർ അമ്മ പ്രാർത്ഥിച്ചു, അമ്മച്ചി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞ് ഏതായാലും എന്ത് ചെയ്യും? മിക്കവാറും പരീക്ഷ എഴുതിയിട്ടായിരിക്കും വന്ന് ഉപവാസം ഇരിക്കുന്നത്. അപ്പോൾ ഏതായാലും പിള്ളേരെല്ലാവർക്കും പഠിക്കാനൊക്കെ അവർ പെൺപിള്ളേരെ അതൊരു ഈ കൊച്ച് പഠിച്ച കൊച്ചാ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ കൊച്ചുങ്ങൾ വേണ്ടെന്ന് പറയുന്ന ഒരാളെ വേണം, അല്ലെങ്കിൽ ഒന്നും മതിയെന്ന് പറയുന്ന ഒരാളെ വേണം. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, നീ എത്രാമത്തെയാണ്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ 3-ാമത്തെയാണ്. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, മോനെ നിൻ്റെ അമ്മ 1 മതിയെന്ന് പറഞ്ഞായിരുന്നേ നീ കാണുമായിരുന്നോ? കാണുമോ? ഇല്ല. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ബുദ്ധിമുട്ടില്ലേ പ്രതികരിക്കണം. 2-ാമത്തെ മക്കളൊന്ന് കൈപൊക്കാം.
രണ്ടാമത്തെ മക്കൾ ദൈവം അനുഗ്രഹിക്കണം. കുറേ പേര് ഫ്രണ്ടിലുണ്ട്. മൂന്നാമത്തെ മക്കളൊന്ന് കൈവെക്കാവും. 1 2 3. നാലാമത്തെ മക്കളൊന്ന് കൈവെക്കാവും. 4 ഉണ്ട്. 4. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നാലാമത്തെ മക്കളൊന്ന് പറയുമ്പോൾ മക്കളെ നാലാമത്തെ 1 2 3 4. ഒരാളെ എനിക്ക് ഡൗട്ടുണ്ട്. ബാക്കി എല്ലാവരും 50 വയസ്സിന് മേളിൽ പ്രായമാണ്. ചിലപ്പോൾ 60 കാണും, 55 60. പോട്ടെ, പ്രായം ചോദിക്കേണ്ട. ഒരാളെ മാത്രം ഡൗട്ട്. 60 വയസ്സും ഉള്ളവരാണ് ഈ 4 വയസ്സിൽ. അതിൻ്റെ അർത്ഥം ആ കഴിഞ്ഞ 60 വർഷത്തിനകത്ത് ഇവിടെ നാലാമത്തെ ഒരു കൊച്ചുണ്ടായിട്ടില്ല. ശരിയാണോ? 60 വർഷത്തിനിടയ്ക്ക് കൊല്ലത്ത് ക്രിസ്ത്യാനിക്ക് നാലാമത്തെ ഒരു ഉണ്ടായിട്ടില്ല, കൊഞ്ചുണ്ടായിട്ടില്ല. ശരിയാണോ ഞാൻ പറഞ്ഞു? 60 വയസ്സിൽ താഴെയുള്ള നാലാമത്തുള്ള ഒറ്റ കൊച്ചുകൂടി ഇരിപ്പുണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല. നിങ്ങൾ എനിക്ക് നാലാമതൊരു കൊച്ചുണ്ടായപ്പം വിശ്വാസികൾ പറഞ്ഞെന്ന് ചുമ്മാ പ്രസവിച്ചാൽ പോരെ, ദശാംശം ഉണ്ടല്ലോ എന്ന് ഞാൻ കേട്ടാ പറയുന്നു. അതങ്ങ് വെറ്റ് കൂട്ടിയാൽ പോരെ, നമ്മളല്ലേ ചെലവിന് കൊടുക്കുന്നത്. എന്തോ ബഹളമായിരുന്നു അറിയോ. ഞായറാഴ്ച ഉച്ച എല്ലാവരും ചെന്നിട്ട് ചോദിച്ചോ നിർത്തിയോ. അവസാനം ഇവർക്കങ്ങ് ടെൻഷനായിട്ട് അവസാനം ഇടിപ്പ് കൂടിയിട്ട് ഡോക്ടർ വന്ന് എല്ലാവരും എഴുതി വെച്ച് സന്ദർശകരെ അനുവദിക്കുന്നതല്ല. എന്തോ ബഹളമായിരുന്നു അറിയും. ചത്തുപോണ്ടായിരുന്നു അവൾക്ക് ടെൻഷൻ കയറി. അല്ല, ഈ 60 വർഷത്തിനിടയ്ക്ക് ഒരു നാലാമത്തെ കുഞ്ഞിവിടെ ഉണ്ട്. ഈ കൊല്ലം ഇവിടെ കടപ്പാക്കട ഈ സഭയിൽ ആർക്കുണ്ട്? ഒരാൾക്കുണ്ട്. ദൈവം അനുഗ്രഹിക്കുക വരട്ടെ. 5ാമത്തെ ഒന്ന് കൈവക്കിക്ക്. 5ാമത്തെ മക്കൾ അതും സെയിമാണ്. ഈ പിള്ളേർ ആരെങ്കിലും 5ാമത്തെ മക്കൾ ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. ഒരു 50 വയസ്സിൽ താഴെയുള്ള 5ാമത്തെ മക്കളുണ്ടോ? 50 വയസ്സിൽ താഴെയുള്ള 5ാമത്തെ മക്കൾ ഒരാളെങ്കിലും ഇരിക്കും. കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് ഒരു 5ാമത്തെ കുഞ്ഞ് ഇവിടെ ജനിച്ചിട്ടുണ്ടോ? ഇല്ല. 6ാമത്തെ പുറകിൽ ഒരച്ഛനുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. 7 8 8 സ്വത്വം. ദൈവം അനുഗ്രഹിക്കട്ടെ. 8. പക്ഷേ ഇതെല്ലാം ഒരു പ്രായം നോക്കിക്കോണേ. ഞാൻ പറയുന്നത് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ പിള്ളേരെ വേണ്ടാത്ത ഒരു കാര്യം ഓർത്തു. ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞ് മരിച്ചുപോയി, സംഭവിക്കാതിരിക്കട്ടെ, സങ്കടമാണ്. സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ? കാണുമില്ലയോ? കാണും. ഒരു കുഞ്ഞ് ജനിച്ചു, MR മെൻ്റലി റിട്ടയർഡായിട്ടൊരു കുഞ്ഞാണ്, മെൻ്റലി ചലഞ്ചഡാ. ആ കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ? കാണും. എൻ്റെ കണ്ണ് ഉറപ്പിച്ച ഒരു അമ്മയുണ്ട്. ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പം മിടുക്കനൊരു ചെറുക്കൻ, ബുദ്ധിവൈകല്യമുള്ളൊരു കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഇരിപ്പും മട്ടും സംസാരവും കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോൾ അമ്മയോട് പറഞ്ഞു, പാർശ്വത്തിന് സങ്കടപ്പെടുന്നത്, എനിക്കിവനെക്കുറിച്ച് ഒരു ഭാരവും ഇല്ല. പാപം എന്തെന്നറിയാത്ത എൻ്റെ കുഞ്ഞ് ഇപ്പം മരിച്ചാൽ എവിടെ കാണും? പക്ഷേ ഇവനുണ്ടല്ലോ, ഈ ബുദ്ധിയുള്ളവൻ, ഇവന് കള്ളന് കഞ്ഞി വെച്ചവനാണ്. ഇവനെ ജന്മത്ത് വിശ്വസിക്കാനൊക്കത്തില്ല. ഇവൻ കള്ളന് കഞ്ഞി വെച്ചോനാ. ഇവൻ സ്വർഗത്തിൽ കാണുമെന്ന് എനിക്ക് എന്താ പേടിയാ. സത്യത്തിൽ ബുദ്ധിയില്ലാത്തൊരു കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ? കാണും. സംശയം എന്താണ്ടോ? ആരും സംശയിക്കേണ്ട. ബുദ്ധിയില്ലാത്ത കുഞ്ഞ് എവിടെ കാണും? സ്വർഗത്തിൽ കാണും. കാരണം അവൻ എന്തെന്ന് അറിയത്തില്ല, പാപം എന്തെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാലേ എവിടെ പോകത്തുള്ളൂ? സ്വർഗത്തിൽ. അപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് ആർക്ക് അവകാശിയാക്കാനാ? സ്വർഗത്തിന്. അല്ലാതെ ഇവിടെ ഒരു ബയോളജിക്കൽ ഒരു എഫക്റ്റ് അല്ല കുഞ്ഞ്. ജനസംഖ്യ വർദ്ധിപ്പിക്കാനല്ല കുഞ്ഞ്. ആർക്ക് അവകാശിയാ? സ്വർഗത്തിന് അവകാശി. അങ്ങനെയെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം മക്കളെ ജന്മം കൊടുക്കുക, മക്കളെ പ്രാർത്ഥിച്ച് ഒരുക്കി എവിടെ എത്തിക്കുക? സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവൻ്റെ ധർമ്മം. അതുകൊണ്ട് ജീവനെതിരെ ഇന്ന് നിൽക്കുന്ന മുഴുവൻ ആരാന്നറിയാമോ? ജീവനെതിരെ നിൽക്കുന്ന ആരാ? കത്തോലിക്കിന് പറയണ്ട. കത്തോലിക്കിന് കുറച്ചുകൂടെ ജീവനോട് ആഭിമുഖ്യമുള്ളവരാ. ഈ ഭയങ്കര വിശ്വാസമുള്ള കുറേ പെന്തക്കോസ്തുകാരുണ്ട്. അവർക്ക് 2 കൊച്ചായാൽ പിന്നെ എങ്ങനെ വളർത്തുമെന്ന അവരാണ് ആര്? വിശ്വാസം. എൻ്റെ ഒരു സുഹൃത്ത് മലപ്പുറത്ത് ഇപ്പം അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി വിദ്യാഭ്യാസം കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുത്തിട്ട് മലപ്പുറത്ത് പോയി കുറച്ചാൾ, പുള്ളിയുടെ ഒരു പ്രിൻസിപ്പിളാണ് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക. എന്താണ് ക്രിസ്ത്യാനി? അങ്ങനെ ചെറിയ ശമ്പളത്തിൽ ട്യൂഷൻ പഠിപ്പിച്ച് പുള്ളി മലപ്പുറത്ത് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക. അപ്പം ട്യൂഷൻ പഠിക്കാൻ വന്ന ഒരു കൊച്ചൻ വന്നില്ല. ചോദിച്ചാൽ പറഞ്ഞു ഉമ്മാൻ്റെ പ്രസവമായിരുന്നു. എത്രാമത്തെ ഞാൻ ചോദിച്ചപ്പോൾ 10ാമത്തെയാണെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരന് ഈ ബാപ്പയെ കാണാൻ പോയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തു. നമുക്ക് ഇനി ഭാര്യയുടെ പ്രസവമൊക്കെ നിർത്തണം, കാരണം 10 പിള്ളേരൊക്കെ ആയി എങ്ങനെ ചിലവിന് കൊടുക്കുക, എങ്ങനെ പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുക എല്ലാം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ആ ബാപ്പ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, കാര്യമെല്ലാം മനസ്സിലായി, പക്ഷേ കുറച്ചാൽ മുമ്പ് നിങ്ങൾ ഇതിനെക്കുറിച്ച് യേശു കർത്താവിനെക്കുറിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞു.
എനിക്ക് നിങ്ങളുടെ കർത്താവിനെ വേണ്ടെന്ന് പറഞ്ഞു. എന്നാ ചോദിച്ചും പറഞ്ഞു, നിങ്ങളുടെ കർത്താവിന് 2 എണ്ണത്തെ നോക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഞങ്ങളുടെ ആളാണെങ്കിൽ എത്ര പിള്ളേരെ വേണമെങ്കിലും എന്ത് ചെയ്തോളൂ. നിങ്ങളുടെ കർത്താവിന് 2 എണ്ണത്തെ നോക്കാനുള്ള എന്തേ ഉള്ളൂ കപ്പാസിറ്റി. സത്യത്തിൽ മക്കളെ വളർത്തുന്ന ആരാ? ദൈവമാണ്. ദൈവമാണ്. ഞാൻ നിനക്കായി സകല ചിന്താകുലവും എൻ്റെ ആവശ്യങ്ങളെ എങ്ങനെ അറിയിക്കണം. അപ്പോൾ നമ്മൾ ഒത്തിരി മക്കളുണ്ട്, അവരോട് പറയും, മക്കളെ പ്രാർത്ഥിച്ചല്ല എന്ത് ചെയ്തോണം, മേടിച്ചോണം. അവർ പ്രാർത്ഥിച്ച് എന്ത് ചെയ്തു, മേടിച്ചു. കൂട്ടത്തിൽ അവരുടെ വിശ്വാസം എന്ത് ചെയ്തു, വർദ്ധിച്ചു. ഇത് 2 എണ്ണം ഉണ്ടെങ്കിൽ എല്ലാം ആര് കൊടുക്കും? അപ്പോൾ അവരുടെ ഇനിയും 2 എണ്ണം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ടോ? എണ്ണം കുറയും തോറും സ്വാർത്ഥരാകും. സത്യമാണ്. ഒത്തിരി മക്കളുള്ളിടത്ത് കഴിച്ചതായിരുന്നോ പ്രശ്നം, കഴിക്കാതിരുന്നായിരുന്നു? കഴിച്ചതിൻ്റെ പേരിൽ അടി കിട്ടിയിട്ടുള്ളവരുണ്ടോ? ഇവരല്ല. പിന്നെ ഒന്ന് കാണും, 4-5 എണ്ണം ഉള്ളിടത്ത് ഭയങ്കര കീറി ഇറങ്ങി തിന്നുന്നവനും കാണും. അവൻ മറ്റോടെ വെച്ച മുട്ടയോട് ഇവരെന്ത് തിന്നും. അപ്പോൾ അന്ന് കഴിച്ചതായിരുന്നു പ്രശ്നം. ഇന്നോ കഴിക്കാത്ത ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ചില ഗുണ്ടുപണിയെ കൊണ്ട് നിന്നിട്ട് അമ്മച്ചി പറയും കഴിക്കുന്നില്ലെന്ന്. ഈ ബട്ടൺസിനിടയിൽ കൂടെ വയറ് ചാടുന്നേ. അന്നേരം അമ്മച്ചി പറയുന്നത്, ഈ ബട്ടൺസിനിടയിൽ കൂടി ഇങ്ങനെ ചാടി വരത്തില്ലേ, അന്നേരം അമ്മച്ചി പറയുന്നത് ഇവൻ ഈടെയായിട്ട് ഒന്നും എന്ത് ചെയ്തില്ലതാ. അതിൻ്റെ കുഴപ്പം എന്നാണെന്നറിയാവോ? ഇനിയും ഞങ്ങളുടെ ഒരു നല്ല കൊച്ചനുണ്ട്, ഒറ്റ കൊച്ചനേ ഉള്ളേ. അവനൊരു കൊച്ചേ ഉള്ളു. നല്ല ഇറക്കനാണ്, ഭയങ്കര നല്ല ഇറക്കാൻ. എൻ്റെ കൂടെ അവൻ്റെ അമ്മ വീട് ഞങ്ങളുടെ വീടാണ്. കാരണം അങ്ങനെ ഒരു കുഞ്ഞാണ്, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഞാൻ അവനെ കൊണ്ട് ഇടയ്ക്ക് മൂന്നാറിൽ പോയി. മൂന്നാറിൽ ചെന്നപ്പോൾ ഞാൻ പഠിച്ചൊരു പാഠം. അവിടെ ചെന്ന ഞാൻ ഈ പറയുന്നതൊക്കെ നല്ല അർത്ഥത്തിൽ എടുക്കാവോ, മോശമായിട്ട് എടുക്കുക. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ നല്ല തണുത്തുള്ള കൊട്ടും ചൂടല്ലായിരുന്നു, ഈ മഴയ്ക്ക് മുമ്പാ. കൊട്ടും ചൂടത്ത് മൂന്നാറിൽ ചെന്നപ്പോൾ നല്ല വെള്ളം, നല്ല സുഖം, വെള്ളം ദേഹത്തോട്ട് വീണപ്പോൾ ഒന്ന് കട്ടും ഞാൻ ചൂടാ. അപ്പം ഞാൻ അവിടെ പറഞ്ഞു, നല്ല തണുത്ത വെള്ളം, എൻ്റെ പൊന്ന് ചക്കര നീ കുളിക്കടാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ, അച്ചാച്ച കുളിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ തോർത്തിട്ടേ തോർത്തത്തുള്ളൂ, എൻ്റെ കയ്യിൽ എന്തോ ഇല്ല, തോർത്തില്ല. കാരണം ഈ ഒറ്റ മോനുള്ളത് കൊണ്ട് അവൻ്റെ തോർത്തേ എന്ത് ചെയ്യത്തുള്ളൂ. എൻ്റെ കുഞ്ഞു മക്കളെ, ഞങ്ങൾ വളർന്നപ്പോൾ ആറ്റിലായിരുന്നു കുളിക്കുന്നത്. ഒരു 20-30 എണ്ണം കുളിക്കാൻ വരും. എത്ര തോർത്ത് കാണും നിങ്ങൾക്ക്? ഇപ്പം സത്യമാണോ? കേട്ടോ, പെൺപിള്ളേരല്ല, ആൺപിള്ളേർ. ഒരുത്തനെടുത്ത് ഒറ്റ ചാട്ടാ തോർത്തെങ്ങോട്ട് കൊടുക്കും. 30 പിള്ളേരൊക്കെ കുളിക്കും. സത്യത്തിൽ അതൊരു സന്തോഷമല്ലേ? നമ്മളൊന്ന് ഓർക്കുമ്പോൾ ഈ പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല മക്കളെ. ഒറ്റ തോർത്തയിൽ അണ്ണന്മാരെല്ലാം കുളിച്ച് കയറത്തില്ലേ? തോർത്തില്ലാത്തതുകൊണ്ട് ആരെങ്കിലും ആറ്റിച്ചാടായിരിക്കുമോ? ഒന്നുമില്ല. പക്ഷെ ഇവർക്ക് ഇത് ഇമാജിൻ ചെയ്യാൻ പോലും ഒക്കുമോ? എട്ടൂത്തൊരൊറ്റ ചാട്ടമാണ്. അവിടുന്ന് ഇത് പറിച്ച് ഇത് മേളോട്ട് എറിയും. കയറുമ്പോഴും അങ്ങനെ ഓരോരുത്തന്മാർ കയറും, അവിടുന്ന് ഇട്ട് കൊടുക്കും. ആർക്കെങ്കിലും എയ്ഡ്സ് വരുമൊന്നും ചെയ്തില്ല, ആരും ചത്തും പോയില്ല, എല്ലാം അങ്ങ് വളർത്തുകയാണ്. ഇനിയും ഈ പിള്ളേരൊക്കെ കുറേ ഉണ്ടെങ്കിലേ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് ഉണ്ടാകത്തുള്ളൂ. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് കിടക്കും. ഒരുവൻ്റെ തലവണ ആര് പിടിക്കും? അന്നേരം ഇവരെന്തോ ഇട്ട് അടിക്കും, തലവണ ഇട്ടടിക്കും, പറപ്പനടി അടിക്കും. ഈ അടി കിട്ടുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്, എവിടെയെങ്കിലും റാഗിങ് ഒക്കെ ഉണ്ടായി അമ്മ ആത്മഹത്യ ചെയ്യത്തില്ല. കാരണം ഇഷ്ടം പോലെ എന്തോ കിട്ടിയതാണ്, അടിക്കാതെ ഇരിക്കുന്നത്. ഇനി ഞാനൊരു തമാശ പറയാം, പക്ഷെ അത് നല്ലതായിട്ട് എടുക്കാവേ. ഞങ്ങളുടെ വീട്ടിലെ 2 അണ്ണന്മാർക്ക് ഒരേ പ്രായത്തിലുള്ളപ്പം കൊച്ചു വലിയ വ്യത്യാസം ഇല്ലാത്തപ്പം വണ്ടി വന്നു, രാവിലെ സ്കൂളിൽ വിടുക. എന്ത് ചെയ്താൽ ഒരുത്തം സമ്മതിക്കത്തില്ല. അവൻ പറയുന്നത് മറ്റോൻ ഇട്ടേക്കുന്ന ഷഡ്ഡി ഇവൻ്റെ ആണെന്ന്. ജന്മം ചെയ്താൽ ഇവൻ സമ്മതിക്കത്തില്ല. അവസാനം വണ്ടി വന്ന് ഓണടിക്കുക. അവൻ്റെ അമ്മ പറഞ്ഞു, എടാ ഊരി കൊടുക്ക് നീ അങ്ങ്, മണ്ടച്ച് പോട്ടെ. പക്ഷെ ഊരി കൊടുത്തപ്പോൾ അവനൊരു ചോദ്യം ചോദിച്ചു, ഇതുപോലും സ്വന്തമായിട്ടില്ല, ഞാൻ എന്തിന് ജീവിക്കുന്നു? ഒരേ പ്രായത്തിൽ 2-3 എണ്ണം ഉണ്ടെങ്കിൽ ഇത് സ്വന്തമായിട്ട് കാണുമോ? എങ്ങനെ അറിയുന്ന ആരുടെയാന്ന്? ആരുടെ എന്താന്ന് പോലും അറിയത്തില്ല. കാരണം അവരെന്തിനു പഠിക്കും? എന്ത് പഠിക്കും? ഷെയർ ചെയ്യാൻ പഠിക്കും, പങ്കുവയ്ക്കാൻ പഠിക്കും. പഠിക്കത്തില്ലേ? അതും വലിയ കാര്യമാണ്. അതിനെന്ത് വേണം? മക്കൾ വേണം. മക്കളുള്ളാകും തോറും അവരുടെ സ്വാർത്ഥത കുറയും, അവർ ഒരുമിക്കാൻ പഠിക്കും. മറ്റേ നമ്മൾ ഇളയത്തങ്ങളൊക്കെ ഉള്ളപ്പം പറഞ്ഞില്ല, ഒരു മുട്ടായി കൊടുത്താൽ പറയും, തമ്മി നിന്നിട്ട് പറയും ആർക്കൂടെ വേണം, അനിയനും കൂടെ എന്ത് ചെയ്യണം, മുട്ടായി വേണം. ഒന്ന് മേടിച്ചുകൊണ്ട് കൊണ്ട് ആർക്ക് കൊടുക്കും? അപ്പം ഷെയറിങ് പഠിക്കുകയാണ്. പക്ഷേ ഒന്നുള്ളതിന് എന്താ അറിയത്തുള്ളൂ?
എന്നുള്ളവരെ ഓർത്ത് ഞാൻ സഹതിപ്പിക്കും. കാരണം എന്നാലും എല്ലാവരും അങ്ങനെയാണെന്ന് നടക്കണ്ട. ഒന്നുള്ളവരൊക്കെ അപ്പോട്ടെ, ഞാൻ പറയുന്നില്ല. എന്നാലും ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ പഠിക്കുന്ന എവിടുന്നാണ്? വീട്ടിൽ നിന്നാണ്. ഇനിയും വളരെ ഒരു കാര്യമാണ്, ഏറ്റവും മൂത്ത ഒരാളുണ്ടെങ്കിൽ ഇളയതിനെ വളർത്തുന്ന ആരായിരിക്കും? മൂത്തതായിരിക്കും. അവിടെ ഭയങ്കര നർച്ചറിങ് ആണ്. ഒരു കുഞ്ഞിനെ കണ്ടിട്ടില്ലേ? ഒരു 10 വയസ്സൊക്കെ ഉള്ളൊരു കൊച്ചുണ്ടെങ്കിൽ പണ്ടത്തെ പറയും മൂത്തതാണെങ്കിൽ ചേടത്തി മൂത്ത ആരാ കേട്ടുണ്ടോ? ചേടത്തി മൂത്ത അമ്മയാണ്. ഇവർ പ്രായമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇച്ചക്കേട് വന്ന ഒരൊറ്റ ഹട്ടി അടിച്ചിട്ട് പറയടാ, നിന്നെ ഞാനാണ് എന്ത് ചെയ്തത്? വളർത്തിയത്. എന്തൊരു ഒരു ചെറിയ അഹങ്കാരമുള്ളൊരു വാക്കാണ്. നിന്നെ ഞാനാ വളർത്തിയത്. സത്യമാണ്. കൊണ്ടാടുന്നതും വളർത്തിയതും ഒക്കെ ആരാ? മൂത്തതാണ്. അപ്പം അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ ആർക്കെതിരെ നിൽക്കരുത്, ജീവനെതിരെ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. ജീവനെതിരെ എന്ത് ചെയ്യരുത്? സംസാരിക്കരുത്. അല്ലേ? ജീവൻ. ഈ പിള്ളേരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരമാണ് വിശേഷം ഉണ്ടോയെന്ന് ചോദിക്കും. വിശേഷം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇപ്പം വേണ്ടെന്ന് പറഞ്ഞതിനൊന്നും ഇല്ല ഇപ്പം. എന്നിട്ട് ഇപ്പം നമ്മളിത് ഉപസിച്ചോളാൻ. കാരണം നാവിൻ്റെ അറ്റത്താണ് എന്തോ ജീവൻ. വേണ്ടെന്നൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കല്യാണം കഴിക്കുന്ന ഒന്നും എന്ത് പറയരുത്? വേണ്ടാന്ന് പറയും. അതുപോലെ പിള്ളേർക്ക് കല്യാണക്കാരൻ ചോദിക്കുമ്പോൾ ഇപ്പം വേണ്ടാന്ന് പറയരുത്. വേണ്ടാന്ന് പറഞ്ഞൊക്കെ 35 പല്ലും കുഴി മുളന്ന് നിൽപ്പുണ്ട്. എന്തോ പറയണം? ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയണം. അല്ലാതെ വേണ്ടെന്നൊരു വാക്ക് പറയരുത്. കാരണം വാക്കിന് ഭയങ്കര ജീവനാണ്. ആണോ? വാക്കിനെന്താ? ഭയങ്കര ജീവനാണ്. വാക്കിന് ജീവനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയമെന്നേ പറയാവൂ, ദൈവഹിതമെന്നേ പറയാവൂ, നിൻ്റെ ഹിതം പോലെ എന്നെ നടത്തണമേ എന്നേ പറയാവൂ. അതുകൊണ്ട് ഇവിടെ മക്കളിങ്ങനെ ജനിക്കുകയാണ്. അത് എത്ര പേര് വന്നു എന്ന് 2-ാം അധ്യായത്തിൻ്റെ 40,360 64-ാമത്തെ വാക്യത്തുണ്ട്. 40,360. ഇവിടെ നമ്മൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ വന്നവരുടെ എണ്ണം ആരുടെ കയ്യിലുണ്ട്? വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ട്. ഞാനിതിനെ ഒരു സെക്കൻഡ് വേവ്, ഒരു റിവൈവലിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കാനാണ് കർത്താവിൽ ആഗ്രഹിക്കുക. അപ്പോൾ ആ റിവൈവലിന് വേണ്ടി വന്ന കുടുംബങ്ങളുടെ എല്ലാം പേരും ലിസ്റ്റും ആരുടെ കയ്യിലുണ്ട്? കർത്താവിൻ്റെ കയ്യിലുണ്ട്. വേദപുസ്തകത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 3-ാം സഹസ്രാബ്ദത്തിൽ കയറുന്ന 2026 ഇരിക്കുന്നവരെ കൊല്ലത്തെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിന്ന കുടുംബങ്ങളുടെ എല്ലാം പേര് ആരുടെ കൈ കാണും? ദൈവത്തിൻ്റെ കൈ കാണും. അവിടെ അന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചുമല് കൊടുത്തവർ ഇന്നാര്. അപ്പം തന്നെ പറയും ചുമല് കൊടുക്കാതെ തിരിഞ്ഞു നിന്നവർ ഇന്നാര്. നിന്നവരുടെയും തിരിഞ്ഞു നിന്നവരുടെയും ലിസ്റ്റ് ആരുടെ കൈ കാണും? പക്ഷെ നിന്നവരുടെ ലിസ്റ്റേ ഓർമ്മയുടെ പുസ്തകത്തിൽ കാണത്തുള്ളൂ. നിന്നവരുടെ ലിസ്റ്റേ ആരുടെ കയ്യിലുള്ളൂ? ഓർമ്മയുടെ. ഇവിടെ കണ്ടോ, അന്ന് അതിനു വേണ്ടി വന്നവരുടെ പേരും എണ്ണവും ആരുടെ കയ്യിലുണ്ട്? കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്തേ. ഉണ്ടോ? ആരുടെ കയ്യിലുണ്ട്? ഉണ്ടോ? ഉണ്ട്. ഒന്നുകൂടെ സ്തുതിച്ചേ. ആ ലിസ്റ്റ് ആരുടെ കയ്യിലുണ്ട്? ദൈവത്തിൻ്റെ കൈ. അപ്പം കർത്താവിന് വേണ്ടി ചെറുവിരലനക്കിയാൽ പോലും അത് ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവം. ആ കുടുംബങ്ങളുടെ എല്ലാം ലിസ്റ്റ് ആരുടെ കയ്യിലുണ്ട്? കർത്താവിൻ്റെ കയ്യിലുണ്ട്. 3-ാമത് അധ്യായം അവർ ആലയം പണിയാൻ വേണ്ടി വന്നു. എങ്ങനെ വന്നെന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് എവിടെ വന്നുകൂടി? യെരൂശലേമിൽ. അതെല്ലാവരും ഒന്ന് പറഞ്ഞേ, എങ്ങനെ കൂടി? ഒരുമനപ്പെട്ട്. ആ വാക്ക് ആവർത്തിക്കപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ സെരൂബാബേലും അവൻ്റെ സഹോദരന്മാരും എഴുന്നേറ്റ്. ആ വാക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് ചെയ്തു? എഴുന്നേറ്റ്. അപ്പം നമുക്ക് ഒരു ഉണർവിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരുമനപ്പെടണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് ചെയ്യണം? ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ആവശ്യമാണ് എന്ത്? ഒരുമനപ്പെടുക. ബാക്കി സമൂഹങ്ങളെല്ലാം അവർക്ക് വേണ്ടി ഒരുമനപ്പെടുമ്പോൾ ഒരുമനയില്ലാത്ത ഒറ്റ കൂട്ടരാണെന്നുള്ളത് അത് മറക്കരുത്. അടുത്തിടയ്ക്ക് എന്നോടൊരു വക്കീൽ പറഞ്ഞു, പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മേജർ ചങ്ക് കേസ് കിടക്കുന്നത് സഭാ കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സഭാ കേസുകളെല്ലാം കോടതികളിൽ കെട്ടിക്കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തല കുനിയുക. കാരണം നമുക്ക് എന്തില്ല? ഒരുമനപ്പെടാനൊക്കെ. ഇവിടെ പറയുന്നു ഒരുമനപ്പെട്ടു. 2 അവരെന്ത് ചെയ്തു? എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞേ, എന്ത് ചെയ്തു? എഴുന്നേറ്റു. ഇനി ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, അതും വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്, എഴുതിയിരിക്കുന്ന പോലെ. അപ്പം വേദപുസ്തകത്തിൻ്റെ ഉണർവ് എന്തുപോലെ ആയിരിക്കും?
എഴുതിയിരിക്കുന്ന പോലെ ആയിരിക്കും. വേദപുസ്തകത്തിൻ്റെ ഉണർവിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി വായിക്കണം. നമുക്ക് എന്തും ഉണർവാന്ന് പറയാൻ ഒക്കുവോ? ഇല്ല. ഉണർവ് എന്തുപോലെ ആയിരിക്കണം? എഴുതിയിരിക്കുന്നു. നമുക്ക് എഴുതിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകമാണ്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല, മാറാനൊക്കത്തില്ല. എഴുതിയിരിക്കുന്ന പോലെ. അപ്പോൾ അവർക്കവിടെ ഉണർവുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി ഉണർവുണ്ടായപ്പോൾ അവരെല്ലാവരും ഒരുമനപ്പെട്ടു. എന്നിട്ട് അവരെന്ത് പങ്കുവെച്ചു? അവിടെ വസ്തു വിറ്റിട്ട് ആടെ കാക്ക കൊണ്ട് വെച്ചു, അപ്പോസ്തലന്മാരെ കാക്ക വെച്ച്. എന്നിട്ട് അവരെങ്ങനെ പങ്കുവെച്ചു? ആവശ്യം പോലെ പങ്കുവെച്ചു. ആവശ്യം പോലെ, അവനവൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നീഡ് ബേസിലുള്ളൊരു ജീവിതം ഉണ്ടായി. അത്യാഗ്രഹത്തിലാണോ? അല്ല. നിൻ്റെ ആവശ്യം ആളുടെ ആവശ്യമാണെന്ന് തോന്നി എൻ്റെ. അപ്പോൾ അവർ പങ്കുവയ്ക്കാൻ തുടങ്ങി. എല്ലാവരും ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇപ്പോൾ ഉണർവിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താ? പങ്കുവയ്ക്കലാണ്. ഞാൻ ഒരു രസകരമായ ഒരു കഥ കേട്ടെ. നമ്മളിന്നിപ്പം മന്ത്രിസഭയൊക്കെ വന്നിട്ടുണ്ട്. ഈ വലിയ പിണറായി സാറ് മാറിയപ്പോൾ എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷയുണ്ട്. 10 വർഷം കഴിഞ്ഞ് ഇപ്പം കേരളം ഏതാണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് കുറച്ച്, ഏതായാലും ഞങ്ങളുടെ ഒരു പുതിയ കമ്മിറ്റി തീരുമാനിച്ചു ലേഡീസ് മീറ്റിങ്ങുകൾ തുടർമാനമായി നടത്താൻ. കാരണം എന്താ വേണ്ട? വണ്ടിക്കൂലി വേണ്ട. അപ്പം ഞങ്ങളുടെ സെൻറ്ററിലെ ഒത്തിരി സഭകളൊക്കെ ദൂരെയുണ്ട്. അതുകൊണ്ട് ഇന്നലെ അവർ കമ്മിറ്റി കൂടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ട് എന്തോ നടത്തണം. അപ്പോൾ എല്ലാ ലേഡീസും കൂടുക, അവിടെ ഇവിടെ എല്ലാം പോയി കർത്താവിൻ്റെ വേല ചെയ്യുക, ചുമ്മാ കയറി ഇരുന്നാൽ മതി. ഉണ്ടോ? എന്തൊരു സന്തോഷമാണ്. അപ്പം അതിന് മറ്റൊരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രൈവറ്റ് ബസ്സുകളുടെ പ്രശ്നം ഉണ്ടാകാം, അവരുടെ കുടുംബങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാം. ഇതൊക്കെ മറ്റൊരു സത്യം. ഏതായാലും എല്ലാം, എന്നാലും വലിയ അത്ഭുതമൊന്നും വലിയ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. കാരണം ഇവരെല്ലാം രാഷ്ട്രീയക്കാരല്ലേ, നന്നായിട്ട് വരട്ടെ, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകട്ടെ. പണ്ട് ഇവിടുന്ന് ഇനിയിപ്പോൾ ഇവരെല്ലാം വിദേശ പര്യടനത്തിന് പോകും. നമ്മുടെ ചിലവിലാണ് പോകുന്നത്, നമ്മുടെ ടാക്സാണ്. എന്തിനാണ് വിദേശത്ത് പോകുന്നതെന്നറിയാമോ? വിദേശത്ത് പോയിട്ട് അവിടുത്തെ വികസനം പഠിച്ചിട്ട് ഇവിടെ കൊണ്ട് നടപ്പാക്കണം, ഇവിടെ നടപ്പിലാക്കാം. അങ്ങനെ നമ്മുടെ ഒരു മന്ത്രി അവിടെ പോയി. അപ്പോൾ അവിടുത്തെ മന്ത്രിയുടെ UK പോയി, അവിടുത്തെ മന്ത്രിയുടെ വീട്ടിലാണ് താമസിച്ചത്. വലിയൊരു വീടാണ്. അപ്പം ചോദിച്ചു ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ആ ആറ് കണ്ടു, പഴയൊരു കഥയാണ്. അവിടെ ഒരു പാലം കണ്ടു. ആ പാലം ടെൻഡർ കൊടുത്ത് എൻ്റെ വകുപ്പാണ്. അപ്പോൾ അതിൻ്റെ 10% കമ്മീഷൻ എനിക്ക് കോൺട്രാക്ട് തന്നു. ആ 10% കമ്മീഷനാണ് ഈ വീടെന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രിക്ക് സന്തോഷമായി. മന്ത്രി നാട്ടിൽ വന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ മന്ത്രി ഇവിടെ വന്നു താമസിച്ച്. നമ്മുടെ മന്ത്രി പുങ്കവൻ്റെ വീട്ടിലാണ്. വലിയൊരു വീടാണ്, കൊട്ടോരം പോലൊരു വീട്. അപ്പം ചോദിച്ചു ഇത്രയും വലിയ വീട് എങ്ങനെ മൊത്തം ചോദിച്ചും പറഞ്ഞു, ആ ആറ് കണ്ടു. അവിടെ ഒരു പാലം കണ്ടോ? ഇല്ല, അവിടെ വരേണ്ടിയിരുന്ന പാലമാണ്. ഈ അതൊക്കെ ഉണ്ടാകത്തുള്ള വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകില്ല. പാലത്തിനൊക്കെ അടിസ്ഥാനം ഇടുന്നതല്ലാതെ. എന്നാലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകട്ടെ, നന്നായിട്ട് വരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാലും അമിത പ്രതീക്ഷയുടെ ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്നായി വരട്ടെന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ എന്നാലും ഉണർവുണ്ടാകേണ്ടത് എവിടാ? കൊടുക്കൽ, നമ്മുടെ പങ്കുവെക്കൽ ഉണർവുണ്ടാകണം. എന്നാലേ ഉണർവുണ്ടാകത്തു. എഴുതിയിരിക്കുന്ന ഉണർവ് അതാ കാണുന്നത്. അവരൊരുമനപ്പെട്ട് ആലയത്തിൽ വന്നു, അവനവൻ്റെ ആവശ്യം പോലെ എല്ലാം എന്ത് ചെയ്തു? പങ്കിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പം ഉണർവുണ്ടാകുമ്പോൾ ആദ്യം പോക്കറ്റിലാണ് ഉണർവുണ്ടാകുന്നത് പറയുന്നത്. നമ്മുടെ ഒരു സഭയിൽ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, സ്വത്രാഴ്ച ഈ കമ്പി ഉള്ള നീളമുള്ള കമ്പിയാണോ? നീളമുള്ള കമ്പിയിൽ ഇങ്ങനെ സ്വത്രാഴ്ച എടുക്കുന്നതിൻ്റെ കാര്യം ഇടയ്ക്കൂടെ നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല, കയറാനൊക്കത്തില്ല. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു പയ്യന് ഈ 10 രൂപ മാത്രമേ സ്വത്രാഴ്ച ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അവനൊരു ദിവസം ഈ സ്വത്രാഴ്ച കമ്പ് പാത്രം വന്നപ്പം 10 രൂപ എടുത്തിട്ടു. അപ്പോൾ അവൻ്റെ പുറകിരുന്ന ഒരു അച്ചായൻ തോണ്ടിയപ്പം പുള്ളി ഇങ്ങനെ ഒരു 500 രൂപ നീട്ടി. അപ്പോൾ ഇവനോർത്തു അച്ചായൻ പുറകിൽ നിന്ന് ഇത് മേടിച്ച് എവിടെ ഇടാനാ? അവന് 500 മേടിച്ച് സ്വത്രാച്ചിട്ടു. അപ്പോൾ അവൻ ഈ അച്ചാനെ നോക്കി, അച്ചായൻ ചിരിച്ചു. അപ്പോൾ ഇവനോർത്ത് ഈ അച്ചായൻ ഗൾഫിൽ നിന്നൊക്കെ വന്നായിരിക്കും, കാരണം 500 രൂപ എന്തോ കിട്ടും സ്വത്രാച്ചിട്ട്. അപ്പോൾ യോഗം കഴിഞ്ഞപ്പോൾ ഈ അച്ചാനെ ഒന്ന് കാണണമല്ലോ. യോഗം കഴിഞ്ഞപ്പോൾ അച്ചാനെ ഞാൻ ചോദിച്ചു, അച്ചാൻ ഗൾഫിലാണോ? അല്ല. അമേരിക്കയിലാണോ? അല്ല. അതിനെ മോനെ അങ്ങനെ ചോദിച്ചേ? അല്ല, അച്ചാന് 500 രൂപ എന്തോ കിട്ടല്ലോ. അപ്പോൾ അച്ചാൻ അവനോട് പറഞ്ഞെടാ മോനെ, ഞാൻ ഇട്ടതല്ല, നീ പേഴ്സിൽ നിന്ന് 10 രൂപ എടുത്തപ്പോൾ നിൻ്റെ 500 എന്ത് ചെയ്തതാ? ഒരു പഴയ കഥയാണ്. അങ്ങനെ അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് 510 എന്ത് കേട്ടു? ഉണർവുണ്ടാകേണ്ട ആദ്യം എവിടാ?
പോക്കറ്റിൽ എന്തോ ഉണ്ടാകണം, പോക്കറ്റിൽ ഉണർവുണ്ടായാലേ ഉണർവുണ്ടാകും. അപ്പം അവർ എഴുതിയിരിക്കുന്ന പോലെ എന്ത് ചെയ്തു? യാഗപീഠം പണിതു. എല്ലാവരും പറഞ്ഞ് എങ്ങനെ പണിതു? എഴുതിയിരിക്കുന്ന പോലെ യാഗപീഠം വീണ്ടും പണ്ടത്തെ നിലയിൽ പണിതു. 4-ാം വാക്യം എങ്ങനെ പണിതു? എഴുതിയിരിക്കുന്ന പോലെ അവർ കൂടാര പെരുന്നാൾ ആചരിച്ചു. ഇനി മുമ്പോട്ട് പോകുമ്പം കാണട്ടെ, 20 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ള അതിൻ്റെ 8-ാം വാക്യത്തിൻ്റെ അവസാനം, 8-ന്റെ അവസാനം കാണുന്നു, പ്രവാസനിച്ചിലേക്ക് വന്നവർ എല്ലാവരും കൂടി എന്ത് തുടങ്ങി? പടങ്ങി. അതൊന്ന് അടിവര ഇട്ടിട്ട് പറഞ്ഞേ, ആരൊക്കെയാ? എല്ലാവരും കൂടെ ഒന്നുകൂടെ പറഞ്ഞേ, ആരൊക്കെ? എല്ലാവരും കൂടെ എന്ത് തുടങ്ങി? പണി തുടങ്ങി. 20 വയസ്സ് മേൽ പ്രായമുള്ള എല്ലാവരെയും അതിനുവേണ്ടി നിയമിച്ചു. ഇനിയും 9-ന്റെ അവസാനത്തെ വാക്ക് നോക്കിയേ, മേൽവിചാരണ ചെയ്യുവാൻ ഒരുമനപ്പെട്ട്. ആ വാക്ക് നമ്മൾ പലവട്ടം കാണുന്നു. എങ്ങനെ നിന്നു? ഒരുമനപ്പെട്ട് നിന്നു. ഇനിയും അടുത്ത ഒരു വാക്ക്, അവർ പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് എന്തിട്ടു? അടിസ്ഥാനമിട്ടു. അതിൻ്റെ 11-ന്റെ 2-ാം ഭാഗം, അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇവിടെ എസ്രായുടെ പുസ്തകം മുമ്പോട്ട് പോകുമ്പം പിന്നെ പണി തടസ്സപ്പെടുത്തുന്നുണ്ട്. പണി തടസ്സപ്പെടുത്തപ്പോൾ രാജാവിനൊരു കത്തയക്കുമ്പോൾ ശേഷ്ബശർ എന്ന അടിസ്ഥാനം ഇട്ടു എന്ന് എഴുതുന്നുണ്ട്. പക്ഷേ ഈ അടിസ്ഥാനം ഇട്ടതിൻ്റെ ചരിത്രം എഴുതിയ സ്ഥലത്ത് ആരുടെ പേരില്ല. ആരാണ് അടിസ്ഥാനം ഇട്ടെന്നുണ്ടോ? ഇല്ല. ആരാ അടിസ്ഥാനം ഇട്ടത്? പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട്, യഹോവതിൻ്റെ അടിസ്ഥാനം ഇട്ടത് കൊണ്ട്. അപ്പം അവിടെ വ്യക്തിയുണ്ടോ? ഇല്ല. എപ്പോഴും ഓർത്തോണം, ഉണർവിൽ ആരില്ല? വ്യക്തിയില്ല. അതെന്നും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. വ്യക്തി കേന്ദ്രീകൃതമായ ഉണർവുണ്ടായാൽ നിലനിൽക്കത്തുമില്ല. ഈ പെന്തക്കോസ്ത് സഭകളുടെ ഉണർവിനുണ്ടാകുന്ന ഒരു പ്രശ്നം പലപ്പോഴും അത് ആരെ ആശ്രയിച്ചാണ്? വ്യക്തിയെ ആശ്രയിച്ച്. അവർ തീരുന്നതോടുകൂടി എന്ത് തീരും? ഉണർവ് തീരും. ഇത് ഈ കത്തോലിക്ക സഭ എന്നാൽ അങ്ങനെ നിലനിൽക്കാനുള്ള കാരണം അത് ഒരു പരിധി വരെ എന്തിലല്ല. ഇത് പെന്തക്കോസ്ത് മിഷൻ നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയെല്ലാം സ്ട്രിക്റ്റായിട്ടും അത് ഇന്നും നിൽക്കാനുള്ള കാരണം അത് ആരിലല്ല, വ്യക്തിയിലല്ല. അതെപ്പോഴും ഓർത്തോണം. അത് വ്യക്തി കേന്ദ്രീകൃതമാണെങ്കിൽ നിന്നു പോകും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞാനില്ല. എവിടെ? ഉണർവിൽ. ആരേ ഉള്ളൂ? ദൈവമേ ഉള്ളൂ. ക്രിസ്തുവിൽ മറഞ്ഞുള്ളൊരു ജീവിതം. ഇന്ന് സത്യത്തിൽ ഈ വ്യക്തിക്ക് നമുക്ക് ഈ സത്യത്തിൽ പറഞ്ഞ ഈ ഉണർവിലെല്ലാം സഭയുടെ ആണേലും ഉണർവിൻ്റെ ആണേലും തടസ്സമെന്ന് പറയുന്ന ആരാ? ഞാനാ. വ്യക്തി എന്ന് പറയാതെ ആരാ? ഞാൻ. ആര്? ഞാൻ. സമ്മതിച്ചല്ലോ, ഞാനാണ്. ഞാൻ. വീട്ടിലെ പ്രശ്നത്തിന് കാരണം ആരാ? ഞാനാ. ഞാനങ്ങ് മിണ്ടാതിരുന്നായിരുന്നെങ്കിൽ തീരത്തില്ലേ? പക്ഷെ ഞാനിക്ക് എന്തോ അറിയത്തില്ല, മിണ്ടായിരിക്കാൻ അറിയത്തില്ല. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം. അപ്പം ഈ ഞാൻ വലിയ തടസ്സമാണ്. ആണോ? അലയം പണിയണ്ടേ? പക്ഷെ പലപ്പോഴും തടസ്സം ആരാ? ഞാനാണ്. ഇന്ന് ഈ ഫോട്ടോ സംസ്കാരത്തിൻ്റെ ഒരു കാലമാണ്. എല്ലാം ഫ്ലെക്സാണ്. ഇവിടോട്ട് വരുമ്പോൾ എത്ര തലയായിരിക്കുന്നറിയാം? 21 പേരുടെ തല എത്ര പാടുപെട്ടാണ്. എല്ലാത്തിനും തല ഇങ്ങനെ ഇരിപ്പുണ്ട്. അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഉണ്ടാ തല. എന്നാലും ഞാനൊരു വട്ടം തിരുവനന്തപുരത്തുനിന്ന് വരുമ്പോൾ, തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര ഫ്ലെക്സാണ്. അപ്പം എൻ്റെ ഒരു ഫ്ലെക്സ് അവിടെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ വണ്ടിയിരുന്ന് ഉറങ്ങുക. വണ്ടി ഓടിച്ച മോൻ ചവിട്ടി നിർത്തി പുറമോട്ട് നീക്കിയിട്ട് പറഞ്ഞ, അച്ഛാ നോക്കിയപ്പോൾ അടിപൊളി ഒരു ഫോട്ടോ എൻ്റെ ഫ്ലെക്സ് ഇരിക്കുകയായിരുന്നു മരത്തി. എൻ്റെ മോനെ അത് ഡിസൈൻ ചെയ്തതിനെ സമ്മതിക്കണം. സൂപ്പർ ഡിസൈനാണ്. അപ്പം ഇവൻ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങുക. എനിക്ക് പെട്ടെന്ന് പേടി തോന്നി. കാരണം മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ആരാ? 21 എണ്ണത്തെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ആ പോസ്റ്റേൽ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ആരാ? ശവിക്കപ്പെട്ടത്. ഇത് ഭയങ്കര ഈഗോ സെൻട്രിക്കാണ്. ഈ അടുത്തിടയ്ക്ക് ഈ ഫോട്ടോ വെച്ചപ്പം ഒരാൾ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് പ്രയാസം. കാരണം എന്ത് കാര്യത്തിലാണ് എൻ്റെ ഈ ഫോട്ടോ വെച്ചത്? പുള്ളിയുടെ വേറെ ഫോട്ടോ ഉണ്ടായിരുന്നു. നമ്മൾ ചോദിക്കാതെ എവിടെ നിന്ന് എടുത്തിട്ട്. അപ്പോൾ ആ ഫോട്ടോ പുള്ളിയുടെ അനുവാദം എന്തോ പറഞ്ഞു. എനിക്ക് സത്യത്തിൽ പറയണം തോന്നിയ, അച്ചായൻ്റെ ആധാർ കാർഡ് ഇങ്ങ് തരാൻ. നമ്മൾ ഈ ഫോട്ടോ വെക്കുവാണെങ്കിൽ ആധാറിലെ ഫോട്ടോ വെക്കണം. അന്നേരം വേണം നമ്മുടെ യഥാർത്ഥമായ സൗന്ദര്യം. അല്ലേ? അപ്പോൾ ഈ സൗന്ദര്യം ഉണ്ടെന്നൊക്കെ തോന്നുന്നവർ ഇടയ്ക്കിടയ്ക്ക് എവിടെ നോക്കുക? ആധാർ കാർഡ് നോക്കുക. പകുതി പ്രശ്നം അങ്ങ് തീർന്നു കിട്ടും. എന്നാലും ഭയങ്കര പ്രശ്നമാണ് ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ. ഇതൊന്നും ഓടത്തില്ല വണ്ടി. ഞാൻ ഉൾപ്പെടെയാണ് പറയുക. എൻ്റെ ഇരിക്കുന്നതുകൊണ്ട് കൂടെ തന്നെയാണ് പറയുന്നത്. ആര് മറയണം? ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കണം. നിലനിൽക്കണമെങ്കിൽ ആര് മറഞ്ഞോണം? ക്രിസ്തുവിൽ മറിഞ്ഞു. ബൈബിളിലെ ഏറ്റവും നല്ലൊരു വാക്കാണ് ഞാനോ.
അവനും എന്ത് ചെയ്യണം? എല്ലാവരും പ്രാർത്ഥിച്ചോണം. എനിക്കൊരു ദൈവദാസനുണ്ട്, എല്ലാ ദിവസവും വീട്ടിൽ വരും. മിക്കപ്പോഴും സംസാരത്തിൽ പറയും, മോനെ ആരും മറിഞ്ഞിരുന്നോണം, ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കണം, ക്രൂശിന് മറിഞ്ഞ് ഇരുന്നോണം എന്ന് പറഞ്ഞാൽ നമ്മളെ ആരും കാണരുത്. ആരെ കാണാവൂ? ക്രിസ്തുവിനെ കാണാവൂ. അപ്പോൾ ഇവിടെ വ്യക്തിക്ക് പ്രാധാന്യമില്ല. ഉണ്ടോ? ഇല്ല. വ്യക്തിക്ക് പ്രാധാന്യമില്ലാത്തതാണ് ദൈവസഭ. വ്യക്തിയില്ല, ഞാനില്ല, പക്ഷെ നമ്മളുണ്ട്. ഞാനില്ല, പക്ഷെ കർത്താവുണ്ട്. ഞാനോ കുറയണം, അവന്. അപ്പോൾ സത്യത്തിൽ ഉണർവിന് പലപ്പോഴും തടസ്സമാരാ? ഞാനാണ്. ഞാൻ കേന്ദ്രീകൃതമാണെങ്കിൽ ഉണർവ് നീണ്ടു നിൽക്കത്തില്ല. ഞാൻ കാണുന്ന വലിയൊരു അപകടം ക്രിസ്തീയ ലോകത്ത്, പലരും 100 മീറ്ററാണ് ഓടുക. ഈ 100 മീറ്റർ ഓടുന്നവരൊക്കെ എങ്ങനെ ഓടും? ഭയങ്കര സ്പീഡായിരിക്കും. പക്ഷെ പിന്നെ 100 മീറ്റർ കഴിഞ്ഞാൽ ആ വഴിക്ക് കാണത്തില്ല. എന്നാൽ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത് എന്തോ ഓടാനാ? മാരത്തൺ ഓടാനാ. മാരത്തൺ ഓടുന്നവരെങ്ങനെ ഓടത്തുള്ളൂ? അതൊക്കെ ഓടും. അങ്ങനെ ഓടി തീർത്ത് ഒത്തിരി പേര് അപ്പുറത്ത് നിൽപ്പുണ്ട്. അവർ പതുക്കെ ഓടി, ക്രിസ്തുവിൽ മറഞ്ഞോടി. അവരെ ആരും അറിഞ്ഞില്ല. പക്ഷേ അവരോട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിപ്പാൻ അക്കരെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഉണർവ് എപ്പോഴും വ്യക്തി കേന്ദ്രീകൃതമാകരുത്, ക്രിസ്തു കേന്ദ്രീകൃതമാണ്. എന്നിട്ട് അവർ ഒരുമനപ്പെട്ട് നിന്ന് പണിയുകയാണ്. അതിനുവേണ്ടി അവർ ചെയ്തത് 10-ാം വാക്യത്തിൻ്റെ അവസാനം കണ്ടോ? 10ന്റെ അവസാനം, പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫിരായ ലേവ്യരെ കൈത്താളങ്ങളോടും. ഇനി അടുത്ത വാക്കൊന്ന് പറഞ്ഞേ, കൈത്താളങ്ങളോടും കൂടെ നിർത്തി. അതൊന്ന് പറഞ്ഞേ, എന്ത് ചെയ്തു? കൂടെ നിർത്തി. അപ്പം ഉണർവിൻ്റെ ഒരു പ്രത്യേകത, ദൈവസഭയുടെ ഒരു പ്രത്യേകത, എല്ലാവരെയും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. അത് ഓർക്കണം. ദൈവസഭയ്ക്കകത്ത് ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരും കൂടെ കൂടിയാലേ നടക്കത്തുള്ളൂ. ഇപ്പോൾ ഈ കുട്ടൻ്റെ പേരനെ അഭിഷേക് എന്ന മോന് ഇവിടെ ഓർഗൻ വായിക്കുന്നുണ്ട്. എനിക്ക് ഈ ഓർഗൻ വായിക്കാൻ അറിയത്തില്ല. അവരെന്നോട് പറയും, പാട്ട് പാടുന്നവർ, അച്ഛൻ പാട്ട് പറയുകയേ ചെയ്യാവൂ, തുടങ്ങരുതെന്ന് പറയും. കാരണം ഞാൻ തുടങ്ങിയാൽ ഇവർക്ക് സ്കെയില് തെറ്റും. എനിക്കിതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്നെ മരിച്ചുപോയി ബിജു ഗർഗയിലുണ്ടല്ലോ, ഗിറ്റാറിസ്റ്റ്, പുള്ളിക്കാരൻ എന്നോട് ഒരു ദിവസം പറഞ്ഞ്, പ്രിൻസേ നീ ഇങ്ങനെ നീ എന്നൊക്കെ ഞാൻ നിന്നെ സഹായിക്കാം. അപ്പം നിനക്ക് എല്ലാവർക്കും കേൾക്കുന്നവർക്ക് തോന്നുന്നു നിനക്ക് ഭയങ്കര അറിവാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെ? നീ ഏത് പാട്ടാണ് പാടുന്നത് എന്നോട് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ സ്കെയില് പഠിപ്പിക്കാം. അപ്പോൾ പുള്ളി എന്നെ ഒത്തിരി സ്കെയില് പഠിപ്പിച്ചു. എഫ് മേജർ, ഡി മൈനർ, സി മേജർ. അപ്പോൾ അതിനിങ്ങനെ ഓരോ, എങ്ങനെയാണ് മോനെ സിമ്പിൾ കാണിക്കുന്നത്? അല്ല, ഇങ്ങനെ കാണിക്കും. മൈനർ ഇങ്ങനെ, മേജർ ഇങ്ങനെ. അപ്പോഴാണ് ഞാനപ്പോൾ അവസാനം പറയും, ഇപ്പോൾ ഇന്ന പാട്ട് പാടാം വെച്ചാൽ സി മേജർ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ സി മേജർ എന്നൊക്കെ പറയുന്നവർക്കൊന്നും ഒന്നും അറിയത്തില്ല. ഇവരെല്ലാം ചോദിച്ചിട്ടാണ് ഈ പറയുന്നത്. നമ്മൾ ഇത് വായിക്കണമെങ്കിൽ ഇവർ വേണം. ഇനിയും അവിടെ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു മോനുണ്ട്. ഇത് ഹൗള് ചെയ്യാതെ ചെയ്യണമെങ്കിൽ ഒരാൾ വേണ്ടേ? കാരണം എൻ്റെ സൗണ്ട് കുറവാണ്. ഇന്ന് ഷാജിച്ചാൻ എന്നായിരുന്നു, ഇന്നലെ ആയിരുന്നു. പുള്ളിയുടെ സൗണ്ടോ പിന്നെ പുള്ളി, ഞാൻ കയറുമ്പം ഞങ്ങളുടെ പിള്ളേർ പറയും ശോകമാണ്, ഞാൻ കൂട്ടിക്കോളാൻ പറയും. ഷായിച്ചാൻ കയറും പറയും രൗദ്രമാണ്. ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണേ അവിടെ ഒരാൾ വേണ്ടേ? ഈ പുള്ളിക്ക് ചിലപ്പോൾ സൗണ്ട് എഞ്ചിനീയറിംഗാണോ ആണ് പഠിച്ച, പലയിടത്തും പഠിച്ചു. ഞങ്ങളുടെ ചർച്ചയിലൊരു പയ്യനുണ്ടായിരുന്നു, അവൻ പഠിച്ചൊന്നുമല്ല. എന്നും ഒരച്ഛൻ ഇവനെ കയറി അങ്ങ് ചൂടാ, എന്തോടാ നീ കാണിക്കുന്നത്, നിനക്ക് എന്തോടാ മനുഷ്യനെ ചെവുക്കലടിക്കും, എന്തോടാ. ഒരു ദിവസം ഇവനങ്ങ് സഹിയിട്ട് ഇവൻ കയറി അച്ഛൻ്റെ കുത്തിന് പിടിച്ചു, ഇരിക്കടോ ഇവിടെ നിന്ന് പറഞ്ഞു, താൻ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. താനിത് ചെയ്യാൻ പറഞ്ഞു. അല്ല മോനെ ഞാൻ ചുമ്മാ പറഞ്ഞു, താൻ ഒന്നും പറയണ്ട, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവസാനം അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചതല്ല, പിന്നെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ തിരിക്കുക. ഇത് തിരിക്കാനാണെങ്കിലും ഒരാൾ വേണ്ടേ? കാരണം നമുക്കിതിനെപ്പറ്റി എന്തില്ല, എനിക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ഇവർ വേണ്ടേ? ക്യാമറ എടുക്കുന്നുണ്ട്, അത് എഡിറ്റ് ചെയ്യുന്നുണ്ട്, അത് പോകുന്നുണ്ട്. ഇത് നമുക്കറിയാവോ? ഇല്ല. അത് പറയുന്ന ഒരു പയ്യൻ വേണ്ടേ? ഇവരെല്ലാം എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. അതാണ്, എല്ലാവരും കൂടെ ഉണ്ടെങ്കിലേ എന്ത് നടക്കത്തുള്ളൂ. ഞങ്ങളുടെ സഭയിൽ കുറേ പിള്ളേരുണ്ട്, പാമ്പ് പിടിച്ച പിള്ളേരാണ്, നല്ല പിള്ളേരാണ്. ഇച്ചിരി മുടിയൊക്കെ ഉണ്ട്, എല്ലാം ശരിയായിക്കോളും. ഇവർ മുടിയൊന്നും ചെയ്യത്തില്ല. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പ്രശ്നമാണ്, എന്ത് ചെയ്യത്തില്ല, മുടി ചെയ്യത്തില്ല. നമ്മൾ ചീകട എന്ന് പറയും. ഇവർ ജന്മത്ത് ചെയ്യത്തില്ല. ഇതെല്ലാം കിളിയൊക്കെ ആയിട്ട് നടക്കും.
അവൻ ചെയ്യതാ. അതാ മോനെ, നീ പേടിക്കണ്ട. എനിക്ക് 3 എണ്ണം ഉണ്ട്. നമ്മളെന്തെല്ലാം ഓഫർ കൊടുത്താൽ മുടിയൊന്ന് വെട്ടിക്കുന്നറിയാം. അപ്പോൾ എന്നാലും മുടി വെട്ടാനൊക്കെ പാടാണ്. എന്നാൽ ഈ പിള്ളേർ നല്ല പിള്ളേരാണേ. ഇവർ വേണ്ട വല്ലതിനൊക്കെ. അപ്പോൾ ഈ പിള്ളേരെക്കുറിച്ച് ഞങ്ങളുടെ അവിടെ ഉള്ളവർ 1-2 പേര് പറഞ്ഞ് അവർ വചനത്താൽ പണിയപ്പെട്ടവരല്ല, ആത്മാവിനാൽ പണിയപ്പെട്ടിട്ടില്ല. സത്യമാണ്, അവർ ആത്മാവിനാൽ പണിയപ്പെട്ടിട്ടില്ല. പക്ഷേ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ മുഴുവൻ വേസ്റ്റെന്ന് പറഞ്ഞാൽ അങ്ങ് നാറിപ്പുഴുത്ത്. പാവം പിടിച്ച് പിള്ളേരെല്ലാം കൂടെ അത് വെട്ടിക്കോരി വണ്ടിയെ കയറ്റി കൊണ്ടുപോകുമ്പോൾ വണ്ടി ഇരുന്ന ഡബ്ബ റോഡിൽ മറിഞ്ഞ് ആ റോഡിൽ കിടന്ന് ഇതൊരു വാരി കോരി വേറെ സ്ഥലത്ത് കൊണ്ട് JCBക്ക് കുഴിയെടുത്തെല്ലാം മറച്ച് പിള്ളേർ പുളിഞ്ഞ് തിരിച്ചു വരിക. തിരിച്ചു വന്നപ്പോൾ ഒരു പച്ചനോട് ചോദിച്ചു, പാസ്റ്ററേ ഞങ്ങളെ നമ്മൾ ചെലവ് ചെയ്യാന്നൊക്കെ പറയും, ചെലവ് ചെയ്യുകയും ചെയ്യും. എന്നാലും പാസ്റ്ററേ, ആത്മാവിനാൽ പണിയപ്പെടാത്ത ഞങ്ങളേ ഉള്ളൂ എന്ത് വാരാൻ. ഞാൻ വിളിച്ച് ചോദിക്കാം, ആത്മാവിനാൽ പണിയപ്പെട്ട ഒറ്റ ഒരെണ്ണത്തെ വേസ്റ്റ് വരാൻ കിട്ടുമോ? കിട്ടുമോ? കിട്ടത്തില്ല. ആത്മാവിനാൽ പണിയപ്പെടാത്തവനെ എവിടെ ഉള്ളൂ? ഇവർ വേണ്ടേ? പോസ്റ്റ് ഒട്ടിക്കാൻ പോകുമ്പോൾ നമ്മളുകൂടെ ചിലപ്പോൾ രാത്രി പോസ്റ്റ് ഒട്ടിക്കാൻ ഉടക്കൊക്കെ ഉണ്ടാകും. ഈ ഭയങ്കര ബീട്ടൊക്കെ പിടിച്ച വലിയ വീട്ടിലെ ഒറ്റ ഒരുത്തൻ പോസ്റ്റ് ഒട്ടിക്കാൻ വരുമോ? അതിന് ഈ ആത്മാവിനാൽ പണിയപ്പെടാത്തവരും ഇവർ ശരിയായിക്കോളും. ഇവർ നമ്മുടെ കൂടെ ആണെന്ന് എന്താകും? ഒരു ദിവസം കൊണ്ടല്ല, ഇവരങ്ങ് ശരിയാകും. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. പറഞ്ഞ് എല്ലാവരും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. അവർ ശരിയാകുമെന്ന് ഉറപ്പുള്ളൊരു സ്വത്രം ചെയ്തേ. ഒറ്റയാൾ നശിച്ചു പോകത്ത്. കാരണം കർത്താവിൻ്റെ ഇഷ്ടം തന്നെ എന്താ? ആരും നശിച്ചു പോകാതെ. നമ്മുടെ ജോലി എന്താ? ഞങ്ങൾക്കൊരു ഹിന്ദി ചർച്ച ഉണ്ട്. എനിക്ക് സങ്കടം തോന്നുന്നൊരു കാര്യമാണ്. മിക്കവർക്കും അറിയാം കുറച്ചൊക്കെ ഹിന്ദി. ഇവരുടെ വീട്ടിൽ പണിക്കാർ വരുമ്പോൾ നല്ലപോലെ ഹിന്ദി പറയും. പക്ഷേ ഹിന്ദി ചർച്ചിലെ ഒരാൾ അവിടെ നിൽക്കുന്ന കണ്ട ആ കൈസേ ഭയ്യാന്ന് ചോദിച്ചാൽ ഇവർക്കൊക്കെ എന്തോ പറ്റുമെന്ന് ഈ പറയുന്നത്. ആ കൈസേ ഭയ്യ ജയ് മസീന്നൊന്ന് പറഞ്ഞാൽ ഇവർ ഏതാണ്ട് അങ്ങ് പോകുമോ? മൈൻഡ് ചെയ്യാതല്ല പോകുന്നത്. സ്വർഗത്തിൽ പോകത്തില്ല. ഒരു ഹിന്ദിക്കാരൻ അവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് ആ പൈസയെന്ന് പോലും ചോദിക്കാതെ ഒന്ന് പോയെങ്കിൽ ആരും സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ പറ്റും? സ്വർഗത്തിൽ പോകണ്ടേ? ദൈവം ഇന്ത്യക്കാരെ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് വേണ്ടിയല്ലേ? കർത്താവിന് വേണ്ടിയല്ലേ? കേരളത്തിൻ്റെ ഒരു കണക്ക് പറയുന്നത് 2036 ഇലക്ഷനിൽ 6-ൽ ഒരാൾ ഇന്ത്യക്കാരായിരിക്കുമെന്നാണ്. ഇവിടുന്ന് രക്ഷിക്കപ്പെട്ടവരാണ് ഗാവി പോയിട്ട് കർത്താവിനെ കുറിച്ച് പറയുന്നത്. അപ്പം ദൈവം നമ്മളെ ഇവരെ ഒന്ന് തോളെ തട്ടി ആ കൈസേന്ന് ചോദിച്ചാൽ എന്താ പറ്റും? ഒരു കുഴപ്പം പറ്റത്തില്ല. അപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. പറഞ്ഞേ, എല്ലാവരും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. വേണ്ടേ? വേണം. അപ്പം ദൈവസഭയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. എല്ലാവരും എന്ത് ചെയ്യാൻ? പറഞ്ഞു വിടാൻ എളുപ്പമാണ്, നടപടിയെടുക്കാൻ എളുപ്പമാണ്. ഒരു നോട്ടം കൊണ്ട് നമ്മളെപ്പോഴും ഓർത്തേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയാം. ഈ ശരിയാകുമെന്ന് ചിന്തിച്ച പലരും എന്തായില്ല. ചില പെൺപിള്ളേരുണ്ട് എണ്ണയൊക്കെ തേച്ച് മിണ്ടാതെ വന്നിരിക്കുന്നത്. ഇതുങ്ങൾ താണ്ട് പോയെന്ന് കേട്ടപ്പോൾ അത്ഭുതം പെട്ടുപോയി. നമ്മൾ തകർന്നു പോയി. പക്ഷേ ഈ ഫ്ലർട്ട് ചെയ്ത് നടക്കുന്ന പിള്ളേരുണ്ടല്ലോ, എല്ലായിടത്തും ഇടിച്ച് കൂത്തി അപ്പം നമ്മളതിനോട് പറഞ്ഞു, അതങ്ങ് രക്ഷപ്പെട്ടു നീ. അതെന്നാ കാര്യം? അതിനൊരു കാര്യമുണ്ട്. കാരണം അതിങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ അതിൻ്റെ അമ്മ കുത്തിയിരുന്ന് കരഞ്ഞു. കർത്താവ് അങ്ങ് രക്ഷിച്ചു. മറ്റേതിനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് അല്ലാഞ്ഞുകൊണ്ട് അധികം കരഞ്ഞില്ല. ശരിയല്ലേ? ശരിയാ. അപ്പോൾ ഓർത്തോണം, എല്ലാവരും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. പറഞ്ഞ് എല്ലാവരെയും കൂടെ നിർത്തണം.